എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഫ്രാക്ഷൻസ്, റേഷ്യോസ്, പ്രൊപ്പോർഷൻസ്, പെർസെൻറ്റേജ്, പിന്നെ അരിത്തമെറ്റിക്കൽ മീൻ അല്ലെങ്കിൽ ആവറേജ്, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രൈമറി ലെവൽ മാത്തമാറ്റിക്സ് ആണ്. എങ്കിലും നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് പോവുക, അതിൽ ഏത് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രാക്ഷൻസ് എന്താണെന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയാൻ നമുക്കറിയാം A/B എന്നുള്ള ഫോമിൽ എഴുതുന്നു, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് എഴുതുന്ന ഫോമിലുള്ള വാല്യൂസിനാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് 5/7. 5/7 5 എന്നുള്ളതാണ് ന്യൂമറേറ്റർ, മേലെ എഴുതുന്നതാണ് ന്യൂമറേറ്റർ, താഴെ എഴുതുന്ന 7 ആണ് ഡിനോമിനേറ്റർ. ഇനി ഫ്രാക്ഷൻസ് നമ്മൾ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്, മിക്സഡ് നമ്പർ ഫ്രാക്ഷൻസ്. ഇതിൽ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ വാല്യൂ ഡിനോമിനേറ്റർ വാല്യൂവിനേക്കാൾ ചെറുതാകുന്ന കേസ്. അതായത് ന്യൂമറേറ്റർ വാല്യൂ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാകുന്ന കേസ്. ഉദാഹരണം നോക്കുക, 1/2, 1/3, 2/3. ഇതെല്ലാം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രാക്ഷൻസിന്റെ വാല്യൂ ഒന്നിനേക്കാൾ ചെറുതായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. അതാണ് പ്രോപ്പർ ഫ്രാക്ഷൻസ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. അതായത് ന്യൂമറേറ്റർ വാല്യൂ ഡിനോമിനേറ്ററിനെക്കാളും വലുതോ ഈക്വലോ ആവുന്ന കേസ്. ഓക്കെ, ന്യൂമറേറ്റർ വാല്യൂ ഡിനോമിനേറ്ററിനേക്കാൾ കൂടുതലോ അല്ല ഡിനോമിനേറ്ററിന്റെ സെയിം ആയിട്ടോ ഈക്വൽ ആയിട്ടോ നിൽക്കുന്ന കേസുകളാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. ഉദാഹരണം നോക്കുക, 2/2. ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും സെയിം ആണ്. ഇതിന്റെ വാല്യൂ 1 ആയിരിക്കും. 2/2 = 1 ആണല്ലോ. അതേപോലെ തന്നെ 5/3. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. 10/7. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. ഇത്തരം കേസുകളിൽ ഇതിന്റെ വാല്യൂ, ഈ ഫ്രാക്ഷൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ കൂടുതലായതുകൊണ്ട്. ഒന്ന് ഈക്വൽ ടു 1 ആവുന്ന കേസുണ്ട്. അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും സെയിം ആവുന്ന കേസിൽ ഈക്വൽ ടു ആവും. ഇനി മിക്സഡ് നമ്പർ ഫ്രാക്ഷൻ, ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡിജർ വാല്യൂ ഒരു ഫ്രാക്ഷന്റെ കൂടെ വരുന്ന കേസാണ്. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ടുള്ള A/B എന്നുള്ള ഫോം അല്ലാണ്ട് A/B/C എന്നുള്ള ഫോമിലാണ് ഇതുണ്ടാവുക. ഇവിടെ നോക്കുക, 2 1/3. ഇതെന്താ പറഞ്ഞാൽ 2 ഇൻഡിജർ വാല്യൂ ആണ്. അതിന്റെ കൂടെ ഒരു ഫ്രാക്ഷൻ 1/3 കൂടി ചേർന്നാണ് മിക്സഡ് നമ്പർ ഫ്രാക്ഷൻ. ഒരു ഇൻഡിജറും ഒരു ഫ്രാക്ഷനും കൂടി ചേർന്ന കേസാണ് മിക്സഡ് നമ്പർ ഫ്രാക്ഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 2 1/3 പറഞ്ഞാൽ 2 × 1/3 എന്നുള്ളതല്ല, 2 1/3ന്റെ കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 2 + 1/3 എന്നുള്ളതാണ് ഇവിടുത്തെ കേസ്. നമുക്ക് എങ്ങനെയാണ് മിക്സഡ് നമ്പർ ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് നമ്പർ ഫ്രാക്ഷൻ അല്ല നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുക. നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ യൂസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, മിക്സഡ് നമ്പർ ഫ്രാക്ഷൻ എങ്ങനെയാണ്? A/B/C എന്നുള്ള ഫോമാണ്. അതായത് നമുക്ക് A/B അല്ലെങ്കിൽ X/Y എന്നുള്ള ഫോമിൽ കിട്ടണം. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ വരിക? ന്യൂമറേറ്റർ ആണ് ചേഞ്ച് ആകുന്നത്, ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. ഓക്കെ, ഡിനോമിനേറ്റർ ഇവിടെ നോക്കുക, 2 1/3 എന്നുള്ള കേസിൽ ഡിനോമിനേറ്റർ 3 ആണ്. ആ 3 തന്നെയാണ് നമ്മളുടെ ഫൈനൽ ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും. അത് മാറില്ല, /3 അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ന്യൂമറേറ്ററിൽ എന്ത് മാറ്റാ വരിക? ഇവിടെ ഡിനോമിനേറ്ററിനെ ഇൻഡിജർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ന്യൂമറേറ്ററായിട്ട് ആഡ് ചെയ്യാം. അതായത് ഇവിടെ ഡിനോമിനേറ്ററായ 3 എന്നതിനെ ഇൻഡിജർ വാല്യൂ ആയ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന്റെ കൂടെ നമ്മൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക, 2 × 3 + 1. ഇതാണ് നമ്മുടെ പുതിയ ന്യൂമറേറ്റർ. ഓക്കെ, ഇതെങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. നമ്മൾ കൺവീനിയൻസിൽ ഓപ്പറേഷൻ, എന്താ പറയുക, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കൺവീനിയൻസിൽ നമ്മളെപ്പോഴും മിക്സഡ് ഫ്രാക്ഷൻസിന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഫ്രാക്ഷൻസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഫ്രാക്ഷൻസിന് അഡീഷൻ സബ്ട്രാക്ഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ലൈക്ക് ഫ്രാക്ഷൻസും, ഇന്നൊന്ന് അൺലൈക്ക് ഫ്രാക്ഷൻസിന്റെ കേസുകളിൽ. അപ്പൊ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഡിനോമിനേറ്റർ വരുന്ന ഫ്രാക്ഷൻസിനാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാം. ഇവിടെ നോക്കുക, ഉദാഹരണം നോക്കുക, 3/4 + 5/4 എന്നുള്ളതാണ്. അതിൽ രണ്ട് ഫ്രാക്ഷൻസിന്റെയും ഡിനോമിനേറ്റർ 4 ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയും. ലൈക്ക് ഫ്രാക്ഷൻസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും വളരെ ഈസിയാണ്. എങ്ങനെയാ? ഡിനോമിനേറ്റർ അതേപോലെ സെയിം ആയിട്ട് എഴുതുന്നു, എന്നിട്ട് ന്യൂമറേറ്റർ തമ്മിൽ അഡീഷൻ ആണെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ, എന്ത് ഓപ്പറേഷൻ ആണ് അതൊക്കെ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ലൈക്ക് ഫ്രാക്ഷൻസിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഡിനോമിനേറ്റർ അതേപോലെ കീപ്പ് ചെയ്യുക. ന്യൂമറേറ്ററിൽ എന്ത് ഓപ്പറേഷൻ ആണോ, ഇപ്പോൾ 3/4 + 5/4 ന്യൂമറേറ്റർ 3 + 5 = 8 എന്ന് എഴുതി ഡിനോമിനേറ്റർ അതേപോലെ കീപ്പ് ചെയ്തു. ഓക്കെ, ഇനി അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിലോ, അൺലൈക്ക് ഫ്രാക്ഷൻസിനെ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുക. ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതിന് നമ്മളൊരു ലൈക്ക് ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2/3 + 5/7 എന്നുള്ള കേസ് എടുക്കുക, രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. ഇനി ഈ അൺലൈക്ക് ഫ്രാക്ഷനിലെ രണ്ടിന്റെയും ഡിനോമിനേറ്ററുകൾ സെയിം ആക്കണം.
സെയിം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റാണ് പുതിയ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ 3 ഉണ്ട്, 7 ഉണ്ട്, ഇതാണ് നമ്മുടെ ഡിനോമിനേറ്ററുകൾ. അപ്പൊ ഈ 3 × 7 എന്നുള്ള 21 ആണ് പുതിയ ഫ്രാക്ഷനുകളുടെ, ഈ ഫ്രാക്ഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ആ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഫ്രാക്ഷനുകളുടെ ഡിനോമിനേറ്റർ ആയിട്ട് 21 ആണ് നമുക്ക് വരേണ്ടത്. അപ്പൊ 21 വരണമെന്നുണ്ടെങ്കിൽ 2/3 നമ്മൾ എന്ത് ചെയ്യണം? മേലെയും താഴെയും മറ്റേ നമ്പറിന്റെ, അതായത് 5/7ന്റെ ഡിനോമിനേറ്ററായ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പുറത്തെ അതേ കേസ് തന്നെ, രണ്ടാമത്തെ നമ്പറിനെ ഫസ്റ്റ് നമ്പറിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് പുതിയ, എന്താ പറയാ, പുതിയൊരു അതിന് ഈക്വൽ ആയിട്ടുള്ള പുതിയൊരു ഫ്രാക്ഷൻ കിട്ടും. ഇപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ 2/4 തന്നെയാണ്. 2/4 എന്ന് പറഞ്ഞാൽ 3/6 ആണ്. അപ്പൊ ആ ഒരു ഇതുപോലെ ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. വേർ ഡിനോമിനേറ്റർ വിൽ ബി സെയിം ഫോർ ഈ രണ്ട് ഫ്രാക്ഷൻസിനും ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളെന്താ ചെയ്ത് 2/3നെ, അതായത് ഫസ്റ്റ് നമ്പറിനെ രണ്ടാമത്തെ നമ്പറിന് ഡിനോമിനേറ്റർ കൊണ്ട് മേലെയും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 7/3 × 7. അപ്പൊ നമുക്ക് 14/21 എന്ന് കിട്ടി. സിമിലർലി രണ്ടാമത്തെ നമ്പറായ 5/7നെ മേലെയും താഴെയും ഇപ്പുറത്തെ നമ്പർ ഫസ്റ്റ് നമ്പറിന്റെ ഡിനോമിനേറ്റർ 3 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5 × 3/7 × 3 നമുക്ക് 15/21 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്, 14/21, 15/21. നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നു. 14 + 15 29 ചെയ്തു. ഡിനോമിനേറ്റർ അതേപോലെ എഴുതി. ഇങ്ങനെയാണ് നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻസിന്റെ അഡീഷണൽ സബ്ട്രാക്ഷൻ ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻസ് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അഡീഷൻ പോലെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല, വളരെ ഈസിയാണ്. ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് പുതിയ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഒരു ഉദാഹരണം നോക്കാം. 3/7 × 1/4. 3/7 × 1/4 3 × 1 ന്യൂമറേറ്റർ നമ്മൾ ചെയ്യുന്നു, 3 കിട്ടി. 7 × 4 ഡിനോമിനേറ്റർ നമ്മൾ ചെയ്യുന്നു, 28 കിട്ടി. ഇതാണ് നമ്മുടെ പുതിയ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. പുതിയ ഫ്രാക്ഷൻ അങ്ങനെയായി. ഇത് മറ്റേ ക്രോസ് മൾട്ടിപ്ലൈ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കിത് പുതിയൊരു മീൻസ് അതിന്റെ പ്രൊഡക്റ്റ് കിട്ടും. ഡിവിഷൻ എന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ തന്നിരിക്കുന്ന രണ്ടാമത്തെ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ ഉദാഹരണം നോക്കാം. 2/3 / 5/7 ആണ്. ഇപ്പൊ 2/3 / 5/7 എന്ന് പറഞ്ഞാൽ 2/3 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് രണ്ടാമത്തെ നമ്പർ. റെസിപ്രോക്കൽ ഓഫ് ഒരു നമ്പർ, ഒരു ഫ്രാക്ഷൻ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് x/y റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ y/x. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഇന്റർചേഞ്ച് ചെയ്യുന്ന കേസാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. x/y റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ y/x ആണ്. തിരിച്ചിടുക, അത്രേ ഉള്ളൂ. അപ്പൊ 2/3 / 5/7 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറിനെ റെസിപ്രോക്കൽ എടുത്ത് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവിഷന് പകരം മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവിടെ നോക്കുക. 2/3 / 5/7 നമ്മൾ എന്ത് ചെയ്ത്? 2/3 ഇൻറ്റു 5/7 റെസിപ്രോക്കൽ 7/5, അത്രേ ഉള്ളൂ. എന്നിട്ട് 2 × 7 14 കിട്ടി. 3 × 5 15 കിട്ടി. 14/15 ആണ് നമ്മളെ പുതിയ, അതായത് ഇതിന്റെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ. ഓക്കെ, അതിലൊരു ജസ്റ്റ് ഒരു എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഷ്യാം ഹാഡ് 120 ടെഡി ബെയർസ് ഇൻ ഹിസ് റീറ്റെയിൽ സ്റ്റോർ. ഹി സോൾഡ് 2/3 ഓഫ് ദം അറ്റ് 12 rupees each. ഹൗ മച്ച് ഡിഡ് ഹി റിസീവ്? ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എന്താ? 120 ടെഡി ബെയർ ഉണ്ട് ഷ്യാമിന്റെ സ്റ്റോറിൽ, അല്ലെ? ഇതിൽ അയാൾ എത്ര സെല് ചെയ്തു? 2/3 ഓഫ് ദം. 120ന്റെ 2/3 സെല് ചെയ്തു. അപ്പോൾ ഓഫ് ദം എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 120 × 2/3 ഇതാണ് അയാൾ മൊത്തം സെല് ചെയ്ത ടെഡി ബെയറിന്റെ എണ്ണം. 120 3യും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ 40 കിട്ടും. 40 × 2 80 നമ്പർ ഓഫ് ടെഡി ബെയർസ് ആണ് അയാൾ മൊത്തം സെല് ചെയ്തത്. ഇനി 80 നമ്പർ ഓഫ് ടെഡി ബെയർസ് 12 രൂപയ്ക്ക് പറ്റുക. അപ്പൊ 80 × 12 ചെയ്താൽ 12 × 8 96, 960 rupees ആണ് ആൾക്ക് കിട്ടുക. ഇത്രേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. സിമിലർലി ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ. എ ഫ്രാക്ഷൻ ഈസ് ഡിവൈഡഡ് ബൈ റെസിപ്രോക്കൽ ഓഫ് ഇറ്റ് സെൽഫ്. റെസിപ്രോക്കൽ പറഞ്ഞാൽ എന്താണ്? അതിന്റെ തന്നെ മീൻസ് അതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിച്ചെഴുതുന്നത്. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ ഈസ് ഡിവൈഡഡ് ബൈ റെസിപ്രോക്കൽ ഓഫ് ഇറ്റ് സെൽഫ്. ഇറ്റ് ഈസ് ദെൻ മൾട്ടിപ്ലൈഡ് ബൈ ദ ഒറിജിനൽ ഫ്രാക്ഷൻ. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ആൻസർ? വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ആൻസർ ഒബ്റ്റൈൻഡ്? What is the fraction if the, sorry, ഇത് if ആണ്. If the answer obtained is 1125/64. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന എന്താണ്? ഒരു ഫ്രാക്ഷൻ. എന്ത് ഫ്രാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ആ ഫ്രാക്ഷൻ നമുക്ക് x/y എന്ന് എഴുതാം. ഈസ് ഡിവൈഡഡ് ബൈ റെസിപ്രോക്കൽ ഓഫ് ഇറ്റ്സെൽഫ്. അപ്പൊ നമുക്കത് എഴുതാം x/y ഡിവൈഡഡ് ബൈ
അതിന്റെ റെസിപ്രോക്കൽ എക്സ് ബൈ വൈന്റെ റെസിപ്രോക്കൽ എന്താ വൈ ബൈ എക്സ് ആണ് അല്ലെ. എക്സ് ബൈ വൈ ഡിവൈഡ് ബൈ വൈ ബൈ എക്സ് എന്ത് കിട്ടും? എക്സ് നമ്മൾ പറഞ്ഞു ഡിവിഷൻ എങ്ങനെ ചെയ്യാം? ആദ്യ നമ്പർ എഴുതി ഇൻറ്റു മറ്റേ നമ്പർ റെസിപ്രോക്കൽ. വൈ ബൈ എക്സ് റെസിപ്രോക്കൽ എന്താ എക്സ് ബൈ വൈ തന്നെ അല്ലേ. അപ്പൊ നമുക്ക് എന്തായി എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ എന്നുള്ളതാണ് ആ നമ്മളെന്താ റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ. ഇനി എന്താ ചെയ്ത് ഇറ്റ് ഈസ് ദെൻ മൾട്ടിപ്ലൈഡ് ബൈ ദ ഒറിജിനൽ ഫ്രാക്ഷൻ. ഒറിജിനൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ തന്നെ. ഈ സംഖ്യയെ നമ്മൾ എക്സ് ബൈ വൈ കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടും എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് ആണ്, വൈ സ്ക്വയർ ഇൻറ്റു വൈ വൈ ക്യൂബ് ആണ്. ഇതാണ് നമുക്ക് അവസാനം കിട്ടിയ വാല്യൂ എക്സ് ക്യൂബ് ബൈ വൈ ക്യൂബ്. ഇത് എന്താണെന്നാണ് പറഞ്ഞത്? ഇതെന്ന് പറയുന്നത് 1125/64 ആണെന്ന്. ഓക്കെ, ഇപ്പൊ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഈ എക്സ് ക്യൂബ് ബൈ വൈ ക്യൂബ് കമ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ കൺവേർട്ട് ചെയ്യുക? 1125/64. ഡിനോമിനേറ്റർ അതേപോലെ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞത്. ഇപ്പൊ 64 നമ്മൾ അതേപോലെ എഴുതി. ന്യൂമറേറ്ററിൽ എന്ത് മാറ്റാ വരിക? ഡിനോമിനേറ്റർ ഇൻറ്റു ഇൻഡിജർ വാല്യൂ പ്ലസ് ഡിനോമിനേറ്റർ ഇൻറ്റു ഇൻഡിജർ വാല്യൂ പ്ലസ് ന്യൂമറേറ്റർ അല്ലേ. അപ്പോൾ 64 ഇൻറ്റു 11 പ്ലസ് 25 എന്നാണ്. ഇപ്പൊ 64 ഇൻറ്റു 11 പറഞ്ഞാൽ 640ഉം 664ഉം 704. 704ഉം 25ഉം 729 ബൈ 64 കിട്ടും അല്ലെ. ഇനി 729 ഞാൻ ഈ 729 ബൈ 64 പറഞ്ഞാൽ എന്താ? എക്സ് ക്യൂബ് ബൈ വൈ ക്യൂബ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിരുന്നു ക്യൂബുകളും സ്ക്വയറുകളും ആദ്യത്തെ കുറച്ച് നമ്പറിന്റെ അറിഞ്ഞു വെക്കുക എന്നുള്ളത്. അതറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്താം. 729 എന്ന് പറഞ്ഞാൽ 9ന്റെ ക്യൂബാണ് അല്ലെ. അതേപോലെ 64 എന്ന് പറഞ്ഞാൽ 4ന്റെ ക്യൂബാണ് അല്ലെ. അപ്പൊ എക്സും വൈയും നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 9 ആണ്, വൈ ഈസ് ഈക്വൽ ടു 4 ആണ്. 4 ആണ്. അപ്പൊ എക്സ് ബൈ വൈ എന്നുള്ള നമ്മളെ ഫ്രാക്ഷൻ എന്താ? 9/4 അല്ലെ. അപ്പൊ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ കുറച്ച് ക്യൂബുകൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിപ്പോ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. 729 9 ക്യൂബ് ആണെന്നുള്ള ഐഡിയ, 64 എന്നുള്ളത് 4 ക്യൂബ് ആണെന്നുള്ള ഐഡിയ. അതൊരു 10-15 ഒരു ക്യൂബ് അറിഞ്ഞിരിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ഫ്രാക്ഷനുകളിൽ ഏതാണ് വലുത് എന്നുള്ള ചോദ്യം വന്നാൽ രണ്ട് ഫ്രാക്ഷൻ ഉണ്ട്, എ ബൈ ബി ഉണ്ട്, സി ബൈ ഡി ഉണ്ട്. ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനിൽ വലുത് ഏത് എന്ന് അറിയാൻ അറിയാമുള്ളൊരു വഴിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എ ബൈ ബിയും സി ബൈ ഡി ആണ് രണ്ട് ഫ്രാക്ഷൻ. അപ്പോൾ എ ഡിയും സി ബിയും കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമുക്ക് എയും പിയും കൊണ്ട് ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എയും ഡിയും കാൽക്കുലേറ്റ് ചെയ്യുക, ബി ഇൻറ്റു സിയും കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് എ ഡി ഈസ് ഗ്രേറ്റർ ദാൻ സി ബി എങ്കിൽ എ ബൈ ബി ആണ് സി ബൈ ഡിനേക്കാൾ ചെറുത്. എ ഡി സി ബിനേക്കാൾ ചെറുതാണെങ്കിൽ എ ബൈ ബി ആണ് സി ബൈ ഡിനേക്കാൾ ചെറുത്. രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് എ ഡി ഏതാണോ വലുത്, ഇപ്പൊ എ ഡി സി ബി എന്നുള്ളതിൽ ഏതാണോ വലുത് അതിന്റെ കൂടുതൽ ന്യൂമറേറ്റർ ഏതാ നോക്കാം, എ ആണ്. അപ്പൊ ആ സംഖ്യ ആ എ ഉള്ള സംഖ്യയാണ് വലുത് എന്നുള്ളത്. സിമിലർലി ഇവിടെ നോക്കുക, സി ബി ഈ സി ബി ആണ് വലുതെങ്കിൽ സി ആണ് അതിലെ ന്യൂമറേറ്റർ അല്ലെ. ആ ന്യൂമറേറ്റർ ഉള്ള വാല്യൂ ആണ് അപ്പൊ വലുത്, സി ബൈ ഡി. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, എ ബൈ ബി അല്ലെങ്കിൽ സി ബൈ ഡി എന്നൊരു രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് വലുത് ഏതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററും മറ്റേതിന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ന്യൂമറേറ്ററും മറ്റേതിന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതിൽ വലുത് ഏതെന്ന് മനസ്സിലാക്കുക. ആ വലുതിലെ ന്യൂമറേറ്റർ വാല്യൂ എ ആണോ സി ആണോ? എ ആണെന്നുണ്ടെങ്കിൽ എ ബൈ ബി ആണ് വലുത്, സി ആണെന്ന് വലുതെന്നുണ്ടെങ്കിൽ സി ബി ആണ് വലുതെന്നുണ്ടെങ്കിൽ സി ബൈ ഡി ആണ് വലുത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഫ്രാക്ഷൻ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ ഏതാണ് വലുത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ തന്നിരിക്കുന്ന ഫ്രാക്ഷനുകൾ 5/8 ഉണ്ട്, 9/13 ഉണ്ട്, 11/17 ഉണ്ട്. ഈ മൂന്ന് വാല്യൂസിനെ അവർ പല രീതിയിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഡിസെൻഡിങ് ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതിയിരിക്കുന്നത് ഇതിലേതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കുന്നത്? ഇതിൽ ആരാണ് വലുത്, ചെറുത്, ഇടയിലുള്ളത്? അത് അതിന്റെ ഓർഡറാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, 5/8 ഉണ്ട്, 9/13 ഉണ്ട്. ആദ്യം നമുക്ക് ഈ രണ്ടെണ്ണം എടുക്കാം. ഇതിൽ ആരാ വലുത് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ അതിനെ നമുക്ക് എന്താ ചെയ്യാം?
5/8ഉം 9/13ഉം A/B C/D എന്നുള്ള ഫോമാണ്. നമുക്ക് ADയും BCയും കണ്ടുപിടിക്കണം. AD എന്താ 5 × 13 അല്ലേ? BC എന്താ 8 × 9. 5 × 13 50ഉം 15ഉം 65. 8 × 9 72. 72 ഈസ് ഗ്രേറ്റർ ദാൻ 65. അപ്പൊ ഇതിൽ വരുന്ന 8 × 9 ഈ സാധനത്തിലെ ന്യൂമറേറ്റർ ഏതാ 9 ആണ് അല്ലേ? അപ്പോ അത് വരുന്നതാണ് വലുത്. അപ്പൊ 5/8 ലെസ് ദാൻ 9/13. എന്താണ് ചെയ്തത് നമ്മൾ? 5/8 9/13 എന്നുള്ളതിനെ നമ്മൾ ന്യൂമറേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. A/B C/Dനെ ADയും BCയും കണ്ടുപിടിച്ചു. 5 × 3 8 × 9. അത് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 8 × 9 എന്നുള്ള വാല്യൂ ആണ് വലുത്. അപ്പൊ അതിൽ വരുന്ന ന്യൂമറേറ്റർ ഏതാ 9. ആ ന്യൂമറേറ്റർ പെടുന്ന സാധനം ആ ഫ്രാക്ഷൻ ആണ് നമ്മുടെ ഫ്രാക്ഷനുകളിൽ വലുത്. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം കിട്ടി. 5/8 ഈസ് ലെസ് ദാൻ 9/13 കിട്ടി. ഇനി നമുക്ക് നോക്കാം 5/8ഉം 11/17 നോക്കാം. ഓക്കെ, 5/8 11/17. ഇതിൽ ഏതാണ് വലുത് നോക്കണമെങ്കിൽ അഗൈൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 17 8 × 11. 5 × 17 എത്ര വരും? 50 + 35 85 വരും. 8 × 11 88 വരും. ഇവിടെ 88 ആണ് ഇതിനേക്കാൾ വലുത്. ഇതിൽ വരുന്ന ന്യൂമറേറ്റർ 11 ആണ്. അപ്പൊ 11 വരുന്ന 11/17 ആണ് വലുത്. ഓക്കെ, അപ്പൊ 5/8 11/17 9/13 ചെറുതാണ്. അപ്പൊ ഏറ്റവും ചെറുത് നമുക്ക് മനസ്സിലായി 5/8 ആണ് ഏറ്റവും ചെറുത് മനസ്സിലായി. ഇനി 9/13 ഏതാണ് 11/17. ഇതിൽ ഏതാണ് വലുത് ചെറുത് നമുക്ക് മനസ്സിലാക്കണം. എന്നാലും മൊത്തത്തിൽ നമുക്ക് ഐഡിയ കിട്ടുള്ളൂ അല്ലേ? ഇതിലും അതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 17 13 × 11. 9 × 17 എത്ര വരും? 90 + 9 × 7 63. അപ്പോ 153 വരും. 13 × 11 130 + 13 143 വരും. ഇവിടെ 153 ആണ് ഇതിനേക്കാൾ വലുത്. ഇതിൽ വരുന്ന ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ 9 ഉള്ള 9/13 ആണ് ഇതിലെ വലുത്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടി. ഏറ്റവും വലുത് 9/13 ആണ്. പിന്നെ വരുന്നത് 11/17 ആണ്. ഏറ്റവും ചെറുതാണ് 5/8. അപ്പൊ ഇതാണ് ഡിസെൻഡിങ് ഓർഡർ. 9/13 11/17 5/8. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതിലെ വലിയ വാല്യൂലുള്ള ന്യൂമറേറ്റർ ഏതാണ്, ആ ന്യൂമറേറ്റർ വരുന്ന ഫ്രാക്ഷൻ ആണ് വലുത്. ഓക്കെ, ആ ഒരു ഐഡിയ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ഇനി റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്. ഇത് മൂന്നും ഏറെക്കുറെ സിമിലർ ആയിട്ട് പോകുന്ന ഒരു സാധനമാണ്. നമ്മൾ ഫ്രാക്ഷൻസിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫ്രാക്ഷൻ തന്നെയാണ്. ആക്ച്വലി ഫ്രാക്ഷന് വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ 2/3 എന്നുള്ള ഫ്രാക്ഷൻ ആണ് 2:3 എന്നുള്ള റേഷ്യോയിലേക്ക് നമ്മൾ പറയുന്നത്. രണ്ടും ഏറെക്കുറെ സിമിലർ ആണ്. എന്നാൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, ഈ റേഷ്യോ എന്ന് പറയുന്നത് എന്താ, ഒരു എന്താ പറയാ, ദേ റെപ്രസെന്റ് ദ ബേസിക് റിലേഷൻ ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ്. രണ്ട് ക്വാണ്ടിറ്റികളുടെ റിലേഷൻസ് ആണ് റേഷ്യോ എന്ന് പറയുന്നത്. എന്നാൽ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റീസ് മൊത്തത്തിലുള്ള, അതായത് ഈ രണ്ട് ക്വാണ്ടിറ്റിന്റെ സമ്മയായിട്ടുള്ള, അത് ഹോള്, അതാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്, അതുമായിട്ടുള്ള കമ്പാരിസൺ ആണ്. ഒരു ഉദാഹരണത്തിൽ നമ്മൾ വളരെ ഈസിയിൽ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം നോക്കുക. ഒരു മിക്സ്ചർ ഉണ്ട്, മിൽക്കിന്റെയും വാട്ടറിന്റെയും മിക്സ്ചർ. 20 ലിറ്റർ ഓഫ് മിൽക്കും 30 ലിറ്റർ ഓഫ് വാട്ടറും. അപ്പൊ ഇതിൽ മിൽക്ക് ടു വാട്ടർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 20:30. അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2:3 കിട്ടും. അത് മിൽക്ക് ഈസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ 20:30 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2:3. രണ്ട് സൈഡും 10 ക്യാൻസൽ ചെയ്യുമ്പോൾ 2:3 എന്നുള്ളതാണ് റേഷ്യോ. അതേസമയം പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താ? പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് മിൽക്കും വാട്ടറും തമ്മിൽ ബന്ധമല്ല. മിൽക്കും വാട്ടറും കൂടിയുള്ള മിക്സ്ചറും വാട്ടറും ആ മിക്സ്ചറും കൂടിയുള്ള ആ ഒരു മൊത്തത്തിലുള്ള അതിന്റെ വാല്യൂ ആയിട്ടുള്ള കമ്പാരിസൺ ആണ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊപ്പോർഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 30 ലിറ്റർ ഓഫ് വാട്ടർ എത്രയില്ല? മൊത്തം 20 ലിറ്റർ മിൽക്കും ഉണ്ട്, 30 ലിറ്റർ വാട്ടർ, മൊത്തം 50 ലിറ്ററിന്റെ മിക്സ്ചറാ. അപ്പൊ 50 ലിറ്റർ മിക്സ്ചറിൽ 30 ലിറ്റർ വാട്ടർ. അപ്പൊ 30/50 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/5. ഇതാണ് വാട്ടറിന്റെ പ്രൊപ്പോർഷൻ. സിമിലർലി 20 ലിറ്റർ മിൽക്ക് 50 ലിറ്റർ മിക്സ്ചറിൽ, ഇപ്പൊ 20/50 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/5. അതാണ് മിൽക്കിന്റെ പ്രൊപ്പോർഷൻ. ഇപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞാൽ മിൽക്കും വാട്ടറും തമ്മിലുള്ള ബന്ധം. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ആ മിൽക്കോ അല്ലെങ്കിൽ വാട്ടറോ മൊത്തം ആ മിക്സ്ചർ ആയിട്ടുള്ള കമ്പാരിസൺ. അതാണ് പ്രൊപ്പോർഷനും റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അത് റേഷ്യോ A:B ആണെന്നുണ്ടെങ്കിൽ എഴുതാം റേഷ്യോ
എ ഈസ് ടു ബി ആണ് രണ്ട് സാധനങ്ങളുടെ എങ്കിൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? എന്റെ എ ബൈ എ പ്ലസ് ബി ആകും. എ പ്ലസ് ബി ആണ് സമ്മ്. ബിന്റെ ബി ബൈ എ പ്ലസ് ബി സെയിം തന്നെ. എ പ്ലസ് ബി ആണ് സമ്മ്. ഇതാണ് റേഷ്യോയും പ്രൊപ്പോർഷൻ തമ്മിൽ വ്യത്യാസം. ഓക്കെ, ഈ റേഷ്യോ നമുക്ക് എ ബൈ ബി എന്നുള്ള ഫ്രാക്ഷൻ ഫോമിലും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി പെർസെൻറ്റേജ് ഓഫ് മിൽക്ക് നമ്മൾ ഇവിടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ഫ്രാക്ഷനെ 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രാക്ഷന്റെ പെർസെൻറ്റേജ് കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പോൾ 2/5 എന്നുള്ള മിൽക്ക് 2/5 ആണ്, മൊത്തം മിക്സ്ചറിൽ 2/5 പാർട്ടാണ് ഉള്ളത്. അതിന്റെ പെർസെൻറ്റേജ് പറഞ്ഞാൽ 2/5 ഇൻറ്റു 100%. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 40% കിട്ടും. വാട്ടർ 3/5 ഇൻറ്റു 100%, 60%. പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക പറഞ്ഞാൽ ആ ഫ്രാക്ഷനെ ഇൻറ്റു 100% ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് പെർസെൻറ്റേജ് ഓഫ് 180.5 ഈസ് 36.1? ഇവിടെ ശ്രദ്ധിക്കുക, 36.1 180.5ന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിക്കുന്നത്. 180.5 36.1ന്റെ എത്ര എന്നല്ല. ഓക്കെ, സോ 36.1 180.5ന്റെ എത്രയാന്നുള്ളതാണ്. അപ്പോൾ ബേസ് ആയിട്ടുള്ളത് 180.5 ആണ്. 180.5 ബേസ് ചെയ്ത് നോക്കുമ്പോൾ 36.1 എത്ര ശതമാനമാണ്? 180.5ന്റെ. അപ്പോൾ ബേസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുക. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ വരിക. ഇതിന്റെ പെർസെൻറ്റേജ് പറയുമ്പോൾ ഇൻറ്റു 100% എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36.1 180.5 ആക്ച്വലി 5 ടൈംസ് ക്യാൻസൽ ആയി പോകും. ഇവിടെ 1/5, കാരണം 36.1 ഇൻറ്റു 5 ആണ് 180.5. 1/5 ഇൻറ്റു 100% പറയുമ്പോൾ 20% ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിനോമിനേറ്റർ എടുത്ത് എഴുതുന്നത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 180.5/36 അല്ല ചെയ്യേണ്ടതാണ്, ബേസ് ചെയ്താൽ മനസ്സിലാക്കാം. എന്തിന്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്, അതാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. ഓക്കെ, 180.5ന്റെ 180.5ന്റെ ആണ് 36.1 എത്ര പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 180.5 ആണ് ബേസിൽ വരുന്നത്, 36.1 ന്യൂമറേറ്ററിൽ വരുന്നു. 36.1 ബൈ 180.5 ഇൻറ്റു 100%. ഓക്കെ, സിമിലർലി എക്സ്പ്രസ് 12% ആസ് ഫ്രാക്ഷൻ. 12% എന്ന് പറഞ്ഞാൽ എന്താ? 100ൽ എത്ര എണ്ണം എന്നാണ് ശതമാനം എന്ന് പറയുന്നത് അല്ലേ? 12%ന് 12/100 എന്ന് എഴുതുക, അതാണ് ഫ്രാക്ഷൻ. ഇത് നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 ക്യാൻസൽ ചെയ്ത് പോവുമായിരിക്കും. 3/25, 12/4 3 ആണ്, 100/4 25 ആണ്. അപ്പോൾ 3/25 എന്നുള്ള ഫോം കിട്ടും. അതാണ് ഇതിന്റെ സിംപ്ലിഫൈഡ് ഫ്രാക്ഷൻ. നമുക്ക് എപ്പോഴും പൊതുവെ സിംപ്ലിഫൈഡ് ഫ്രാക്ഷനിലേക്കാണ് എത്തിക്കേണ്ടി വരിക. ഈ 12/100 ആയിരിക്കില്ല ചിലപ്പോൾ പൊതുവെ ആൻസർ വരിക. സിംപ്ലിഫൈഡ് ഫോം ആയിട്ടുള്ള 3/25 നമ്മൾ എന്താ കോമൺ ഫാക്ടറുകൾ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ഇപ്പൊ 12 100ലും കോമൺ ആയിട്ട് 4 എന്നുള്ള ഫാക്ടർ ഉണ്ട്. 12 എന്ന് പറഞ്ഞാൽ 3 into 4 ആണ്, 100 എന്ന് പറഞ്ഞാൽ 25 into 4 ആണ്. നമ്മൾ ആ 4 ക്യാൻസൽ ചെയ്യുന്നു, എന്നിട്ട് 3/25 എന്ന് എഴുതുന്നു. അത്രേ ഉള്ളൂ. സിമിലർലി 3/8നെ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. പെർസെൻറ്റേജ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? ഫ്രാക്ഷനെ 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 3 ഇൻറ്റു 100% പറഞ്ഞാൽ 300/8% എന്നാണ്. 300/8ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും 30/8 3 824, ബാക്കി 60 വരും. 60/8 7 അല്ലേ? 7 8 56 4 വരും. 4/8 0.5, 37.5% ആയിരിക്കും 300/8. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ ഫ്രാക്ഷനെ ഇൻറ്റു 100% ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂടി നോക്കാം. ഇൻകം ഇവിടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഇൻകം ബേസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഫ്രാക്ഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. A's income is 60% of B's income. If B's income is 15,000, then what is A's income? ഓക്കെ, അപ്പോൾ എന്റെ ഇൻകം നമുക്ക് ജസ്റ്റ് എ എന്ന് റെപ്രസെന്റ് ചെയ്യാം, ബിന്റെ ഇൻകം ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ A's income ഈസ് 60% ഓഫ് ബി's income. ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രൊഡക്റ്റ് ആണ് അല്ലെ? 60% ഇൻറ്റു ബി. ഇവിടെ നമുക്ക് ബിന്റെ ഇൻകം നമുക്ക് തന്നിട്ടുണ്ട് 15,000 തന്നിട്ടുണ്ട്. 60% പറഞ്ഞാൽ 60/100 ആണ്. ബി എത്ര? 15,000 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം. 0 ക്യാൻസൽ ചെയ്യും, ഇവിടെ താഴെ 0 ക്യാൻസൽ ചെയ്തു. 60 ഇൻറ്റു 150 എന്ന് വരും. അപ്പൊ 6 ഇൻറ്റു 15 60 90, അഗൈൻ 20. ഓക്കെ, അപ്പോൾ 9,000 ആണ് എന്റെ ഇൻകം. അതായത് ബിന്റെ ഇൻകം ബിന്റെ 60%, 15,000 16%, അതാണ് എന്റെ ഇൻകം. ആണ് നമുക്ക് 9,000 എന്ന് കിട്ടുന്നത്.
ഓക്കെ, അതേപോലെ സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. എക്സസ് ഇൻകം മീൻസ് 25% മോർ ദാൻ വൈസ്. ഓക്കെ, എക്സിന്റെ ഇൻകം വൈന്റെ ഇൻകത്തെക്കാട്ടിലും 25% മോർ ആണ്. അപ്പൊ വൈ പ്ലസ് 25% ഓഫ് വൈ ആണ് അല്ലെ. വൈന്റെ ഇൻകത്തിന്റെ കൂടെ 25% ഓഫ് വൈ വീണ്ടും കൂടും അല്ലെ. ചോദ്യം എന്താണ്? ഹൗ മച്ച് പെർസെന്റേജ് ഈസ് വൈസ് ഇൻകം ലെസ് ദാൻ എക്സ് ഇൻകം? ഓക്കെ, 25% വൈനെക്കാട്ടിലും എക്സിന്റെ ഇൻകം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വൈന്റെ ഇൻകം എക്സിന്റെ ഇൻകത്തെക്കാൾ എത്ര ശതമാനം കുറവാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഡയറക്റ്റ് 25% കൂടുതലുണ്ട്, അപ്പുറത്ത് 20% കുറയുന്നു എന്നുള്ളതല്ല ആൻസർ വരിക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള എക്സാമ്പിൾ വരുമ്പോൾ, പെർസെന്റേജ് മാത്രമുള്ള എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് കൺവീനിയൻസിനായിട്ട്, ഏറ്റവും എളുപ്പത്തിൽ കൺവീനിയൻസിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 100 എന്നുള്ള ബേസിൽ നമുക്ക് കാര്യങ്ങൾ എടുക്കാം. ഇപ്പോൾ വൈൻ്റെ ഇൻകം 100 ആണെന്നുള്ള കൺസെപ്റ്റ് എടുക്കുക. അപ്പോൾ വൈൻ്റെ ഇൻകം 100 ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ ഇൻകം എന്ത് വരും? കാരണം ഇവിടെ നമ്മൾ മറ്റു വാല്യൂ തന്നിട്ടില്ല. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ തരാണ്ട് ജസ്റ്റ് പെർസെന്റേജിന്റെ കാര്യം മാത്രം പറയുന്ന കേസിലാണ് നമുക്ക് കൺവീനിയൻസിനായിട്ട് 100 അല്ലെങ്കിൽ 1000, ഏറ്റവും ബെസ്റ്റ് 100 ആണ്. 100 യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. വൈൻ്റെത് ഇൻകം നമ്മൾ 100 എടുത്തു കഴിഞ്ഞാൽ 100 പ്ലസ് 25% ഓഫ് 100 എത്ര വരും? 25% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 25 തന്നെയാണ് അല്ലെ. 100 പ്ലസ് 25 125 ആണ് എക്സിന്റെ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, വൈൻ്റെ ഇൻകം 100 ആവുന്ന കേസിലാണ് എക്സിന്റെ ഇൻകം 125. അപ്പാണ് 25% ഇൻക്രീസ് വരുന്നത് അല്ലെ. ഇനി നമുക്ക് എന്താ വേണ്ടത്? വൈൻ്റെ ഇൻകം എക്സിന്റെ ഇൻകത്തിനേക്കാൾ എത്ര പെർസെന്റേജ് ലെസ് ആണെന്നുള്ളതാണ്. അപ്പൊ ആദ്യം എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. 125 മൈനസ് 100 ഇതാണ് ലെസ് ആവുന്നത്. 25 ആണ് ലെസ് ആവുന്നത്. ഇത് എത്ര പെർസെന്റേജ് ആണെന്ന് നമുക്ക് നോക്കണം. അപ്പൊ 25 ബൈ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കുന്നത്? നമ്മൾ എക്സിന്റെ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വൈൻ്റെ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ, എക്സിന്റെ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കാം. അപ്പൊ ഡിനോമിനേറ്ററിൽ എക്സിന്റെ ഇൻകത്തിന്റെ വാല്യൂ ആണ് വരിക ഇൻറ്റു 100%. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പുറത്ത് ചെയ്യുമ്പോൾ, അതായത് 25% മോർ ദാൻ വൈസ് ഇൻകം ആണ് എക്സിന്റെ ഇൻകം എന്ന് പറയുമ്പോൾ 25% ഓഫ് വൈസ് ഇൻകം, അവിടെ വൈ ആണ് ബേസ്. അതേസമയം ഇപ്പുറത്ത് നോക്കുമ്പോൾ എക്സിന്റെ ഇൻകത്തെക്കാൾ എത്ര ചെറുതാണെന്ന് നോക്കുമ്പോൾ ഇവിടെ ബേസ് എക്സിന്റെ ഇൻകത്തിന്റെ വാല്യൂ ആണ് ഇത്. അവിടെയാണ് ഈ 25% എന്നുള്ള വാല്യൂ മാറുന്നത്. ഓക്കെ, അപ്പൊ 25 എന്നുള്ളതാണ് ഡിഫറൻസ് ബൈ എക്സിന്റെ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് എഴുതുന്നത് 125. അപ്പൊ 25 ബൈ 125 ഇൻറ്റു 100%. 25 ബൈ 125 നമുക്ക് 1/5 എന്ന് കിട്ടും. 1/5 ഇൻറ്റു 100% 20% എന്ന് കിട്ടും. അപ്പൊ മനസ്സിലായില്ലേ? 25% ആണ് വൈനെക്കാട്ടിലും എക്സിൻ്റെത് കൂടുതലെങ്കിൽ നേരെ തിരിച്ച് വൈൻ്റെ ഇൻകം എക്സിനേക്കാളും 25% അല്ല കുറയുക, മറിച്ച് 20% ആണ് കുറയുക. അതിന് കാരണം എന്താണ്? ഇവിടത്തെ കേസിൽ വൈ ആണ് ബേസ്. രണ്ട് ഭാഗത്തും 25 ആണ് വ്യത്യാസം. 25 രൂപയാണ് കൂടുതലാണ്, 25 രൂപയാണ് കുറയണം. പക്ഷേ 25 കൂടുന്നത് എക്സിന് വൈനേക്കാൾ കൂടുന്നത് വൈൻ്റെ ബേസിലാണ്. 25/100 വൈൻ്റെ ബേസിലാണ്. 25/100 25% ഇൻക്രീസ് ഉണ്ടാവുന്നത് അല്ലെ. അതേസമയം ഡിക്രീസ് നമ്മൾ എക്സിന്റെ ബേസിലാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ 25/125 അത് നമുക്ക് ചെയ്യുമ്പോൾ 20% എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അപ്പൊ കൂടുന്ന ശതമാനമല്ല അവിടെ കുറയുന്നത്, അത് മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. എങ്ങനെ? ഒരു കടയിലൊരു സാധനം, ആ സാധനം ആദ്യം കടക്കാരൻ 5% കൂട്ടി, പിന്നീട് 10% ഡിസ്കൗണ്ടിന് അയാൾ വിറ്റു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് മൊത്തം നെറ്റ് പെർസെൻറ്റേജിലുള്ള വ്യത്യാസം എത്ര എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതിന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് ഫോമുലയാണിത്. അതായത് ഒരു ഉദാഹരണം നോക്കാം. സപ്പോസ് എ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഫസ്റ്റ് ബൈ X% ആൻഡ് ദെൻ ബൈ Y%. അതായത് X% കൂടുകയും Y% കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഇതെന്ത് നെറ്റ് കുറയുകയോ കൂടുകയോ എന്ത് കേസാണെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഇൻക്രീസ് ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് X+Y പ്ലസ് XY/100. XY/100 എന്നൊരു ഫ്രാക്ഷൻ ആണ്. ഇതിങ്ങനെ വരും X+Y+XY/100 ആണ് നമ്മളുടെ നെറ്റ് ഇൻക്രീസ് ഇൻ പെർസെൻറ്റേജ്. നെറ്റ് ഇൻക്രീസ് ഇൻ പെർസെൻറ്റേജ് ആണ്, നെറ്റ് ഇൻക്രീസ് വാല്യൂ അല്ല. മൊത്തത്തിലുള്ള ഇൻക്രീസ് ആകുന്നതിന്റെ പെർസെൻറ്റേജ് ശതമാന കണക്കാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു സാധനം, ഒരു കമ്മോഡിറ്റിന്റെ വില നമ്മൾ X% കൂട്ടുകയോ കുറയ്ക്കുകയോ Y% കൂട്ടുകയോ കുറയ്ക്കുകയോ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ്
ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നതിന്റെ ഫോർമുലയാണ്, ഷോർട്ട് കട്ട് ഫോർമുലയാണ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. ഇതിൽ ഒറ്റ കാര്യം, ഇൻക്രീസ് ആകുമ്പോൾ പ്ലസ് വാല്യൂവും ഡിക്രീസ് ആകുമ്പോൾ മൈനസ് വാല്യൂ ഇട്ടാൽ മാത്രം മതി. ഓക്കെ, അതായത് ഇൻക്രീസ് എക്സ് പെർസെൻറ്റേജ് ഇൻക്രീസും വൈ പെർസെൻറ്റേജ് ഡിക്രീസും ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ അവിടെ എക്സ് വാല്യൂ അങ്ങനെ ഇട്ട് കൊടുക്കുക, വൈൻ്റെ അവിടെ മൈനസ് വൈ ആക്കുക. അത് ഇവിടെ എക്സ് പ്ലസ് വൈൻ്റെ അവിടെ മൈനസ് വൈ ആക്കണം, എക്സ് വൈൻ്റെ അവിടെ മൈനസ് വൈ ആക്കണം. അതായത് ഉദാഹരണം എങ്ങനെ വരും പറഞ്ഞാൽ എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് വൈ. ഓക്കെ, എക്സ് ഇൻറ്റു മൈനസ് വൈ ബൈ 100. ഇതായിരിക്കും വൈ ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ. നമ്മളൊരു ഉദാഹരണം വഴി നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഒരു കമ്മോഡിറ്റി ഇൻക്രീസസ് ഫസ്റ്റ് ബൈ 20%. ഓക്കെ, അപ്പോൾ എക്സ് എന്താണ്, ഇൻക്രീസസ് ബൈ 20%, പ്ലസ് 20%, ആൻഡ് ദെൻ ബൈ 10%. അതായത് ആദ്യം രണ്ടും ഇൻക്രീസ് ഉണ്ടാവണം അല്ലേ. വൈയും ഇവിടെ 10% ആണ്. ഓക്കെ, ഇപ്പോൾ രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് നെറ്റ് ഇൻക്രീസ് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ പറഞ്ഞ ഫോർമുല എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 അല്ലേ. ഇവിടെ എക്സ് എന്താ 20 പ്ലസ് വൈ എന്താ 10, എക്സ് വൈ ബൈ 100 പ്ലസ് 20 ഇൻറ്റു 10 ബൈ 100. അപ്പം എന്ത് പറ്റി? 20 പ്ലസ് 10 30 കിട്ടി. 20 ഇൻറ്റു 10 200, 200 ബൈ 100 2. അപ്പോൾ 30 പ്ലസ് 2 32. മൊത്തം 32% നെറ്റ് ഇൻക്രീസ് ആണ് ഉണ്ടായത്. അതായത് ആദ്യം ഒരു കമ്മോഡിറ്റിന് 20% ഇൻക്രീസും പിന്നീട് 10% ഇൻക്രീസും. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത് 32% ആവുക. ഇതൊരു ഉദാഹരണം വഴി കറക്റ്റാണെന്ന് ഞാൻ കാണിച്ചില്ല. എങ്ങനെയാ പറഞ്ഞാൽ കമ്മോഡിറ്റിന്റെ വില 100 ആണെന്ന് കരുതുക. ഇതിനാദ്യം നമ്മൾ 20% ഇൻക്രീസ് ചെയ്തു. 100ന്റെ 20% 20 ആണ്. അപ്പം 100 പ്ലസ് 20 120 ആണ്. ആഫ്റ്റർ 20% ഇൻക്രീസ് എഗെയിൻ ഈ സാധനത്തിന്റെ 10% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 100ന്റെ എഗെയിൻ 10% അല്ല, ഈ 120ന്റെ 10%. അപ്പോൾ 120ന്റെ 10% പറഞ്ഞാൽ 120 ഇൻറ്റു 10 ബൈ 100. ഇത് ക്യാൻസൽ 120 ഇൻറ്റു 10, 120 ബൈ 10 12% വരും. ഓക്കെ, 12 എന്ന് വരും. അപ്പോൾ 120 പ്ലസ് 12 നമുക്ക് ആഫ്റ്റർ രണ്ട് ഇൻക്രീസും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 132 എന്നുള്ള വാല്യൂ കിട്ടും അല്ലേ. ഈ 132 പറഞ്ഞാൽ 100നേക്കാൾ എത്ര ശതമാനം കൂടുതലാ? 132 മൈനസ് 100 32 കൂടിയിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് 100 അല്ലേ. 32 ബൈ 100 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100%, 32% അല്ലേ. ഇതല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. അതായത് നമ്മൾ ഈ രണ്ട് വട്ടം ഇങ്ങനെ കാൽക്കുലേറ്റ് പോകുന്നതിനെക്കാട്ടിലും സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഫോർമുല എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞു, ഇൻക്രീസ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ, ഡിക്രീസ് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് 20% ആവുന്നത്, അതായത് ഇൻക്രീസ് ബൈ 20% പിന്നെ ഇൻക്രീസ് ബൈ 10%. അപ്പോൾ എക്സും വൈയും 20% 10% ആണ്. ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 32% കിട്ടി. സിമിലർലി നമുക്ക് ഒരു ഡിസ്കൗണ്ട് കേസ് നോക്കാം. റീറ്റെയിൽ ഓഫേഴ്സ് 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 20%, 30%. അപ്പോൾ ഇവിടെ രണ്ട് തവണയും ഡിസ്കൗണ്ട് ആണ് നടക്കുന്നത്. 20% ഡിസ്കൗണ്ട് ചെയ്തു, പിന്നെ 30% ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ആദ്യത്തെ എന്താ, എക്സ് എന്ന് പറഞ്ഞാൽ -20% അല്ലേ, ഡിസ്കൗണ്ട് ആയതുകൊണ്ടാണ്, കുറയുന്നതുകൊണ്ടാണ്. വൈയും കുറയുന്നതുകൊണ്ട് -30. ഇതാണ് നമ്മുടെ വാല്യൂ. പെർസെൻറ്റേജ് വെക്കണ്ട, ജസ്റ്റ് -20യും 30യും. ഇനി നമുക്ക് നെറ്റ് ഡിക്രീസ് ഓർ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കിട്ടുക? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. എക്സിന്റെ വാല്യൂ എത്രയാ? 20, വൈ 30, സോറി -20, വൈ -30 പ്ലസ് എക്സ് വൈ -20 ഇൻറ്റു -30 ബൈ 100 അല്ലേ. -20 -30 നമുക്ക് കിട്ടി, -50 ആണെന്ന് കിട്ടി. ഇവിടെ -20 ഇൻറ്റു -30, മൈനസും മൈനസും പോസിറ്റീവ് ആവും അല്ലേ. ഇപ്പൊ 20 ഇൻറ്റു 30 എന്താ? 600. 600 ഇപ്പോൾ മൈനസ് മൈനസ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലസ് എന്ന് എഴുതാം. 600 ബൈ 100. 600 ബൈ 100 എത്രയാ? 6 -50 പ്ലസ് 6 -44. അതായത് 44% ഡിക്രീസ് ആണ് നെറ്റ് പെർസെൻറ്റേജിൽ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ രണ്ട് തവണയും ഡിസ്കൗണ്ട് ആണ് നടക്കുന്നത്. 20% ഡിസ്കൗണ്ടും 30% ഡിസ്കൗണ്ടും. അപ്പോൾ നമ്മൾ എക്സിനെയും വൈനും നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു, -20യും -30 എടുക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? -44 എന്നുള്ള വാല്യൂ.
അപ്പൊ എന്താണ്, മൈനസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് ഡിക്രീസ് ആണെന്ന് പറയാം. പോസിറ്റീവ് ആണെങ്കിൽ നെറ്റ് ഇൻക്രീസും. അപ്പോൾ മൈനസ് ആയതുകൊണ്ട് നെറ്റ് ഡിക്രീസ് -44, അത് 44% ഡിക്രീസ് ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ. ഓക്കെ, ഇനി അത് രണ്ട് എന്താ പറയാ, ഒരു ഇൻക്രീസും ഒരു ഡിക്രീസും വരുന്ന ഒരു കേസ് നോക്കാം. ഇവിടെ നോക്കാം, കമ്മോഡിറ്റീസ് ഫസ്റ്റ് ഇൻക്രീസ് ബൈ 40%, ദെൻ റിഡ്യൂസ്ഡ് ബൈ 20%. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഒന്നെങ്കിൽ ഇൻക്രീസും പിന്നെ ഡിക്രീസും ആണ്. ഇപ്പൊ ഇൻക്രീസും ഡിക്രീസും ഒന്നിച്ച് വരുന്ന ഒരു കേസ് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഇൻക്രീസ് ചെയ്തത് 40% ആണ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു +40. വൈ എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത് ഡിക്രീസ് ആവുന്നത്. അപ്പൊ മൈനസ് എത്രയാണ്, 20 അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ ഉണ്ട്, വൈന്റെ വാല്യൂ ഉണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. എക്സ് എന്താ 40, വൈ -20 പ്ലസ് എക്സ് വൈ 40 ഇൻറ്റു -20 ബൈ 100. 40 - 20 20 പ്ലസ് 40 × 20. 40 × 20 800 ആണ്. പക്ഷെ മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ -800 ബൈ 100. ഇപ്പൊ 20 -800 ബൈ 100. 800 ബൈ 100 8 -8 ആവും. ഇപ്പൊ 20 - 8 12%. മൊത്തം 12%. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നമുക്ക് എങ്ങനെ അറിയാം? ഈ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസും നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസും ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ 12 എന്നുള്ളത് നമുക്ക് പോസിറ്റീവ് +12 കിട്ടിയത്. 20 - 8 +12 കിട്ടിയത്, നെഗറ്റീവ് വാല്യൂ അല്ല. അതുകൊണ്ട് തന്നെ അത് ഇൻക്രീസ് ആണ്. എത്ര ഇൻക്രീസ്? 12% ഇൻക്രീസ് ആണ്. അപ്പൊ ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നെറ്റ് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത് എത്ര പെർസെന്റേജ് ആണ്? 12%, അല്ലെ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ വിഷയത്തിൽ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ നോക്കാം. In an organization, 40% of the employees are matriculates, 50% of the remaining employees are graduates, and the remaining 180 are postgraduates. How many employees are graduates? Okay. അപ്പൊ തന്നിരിക്കുന്നത് ഇതെങ്ങനെ, എന്താ തന്നിരിക്കുന്നത്, ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസ് ഉണ്ട്. അതിന് 40% പേര് മെട്രിക്കുലേറ്റ്സ് ആണ്. നമുക്ക് എം എന്ന് റെപ്രസെന്റ് ചെയ്യാം. 40% പേര് മെട്രിക്കുലേറ്റ്സ് ആണ്. 50% ഓഫ് ദ റിമൈനിങ് എംപ്ലോയീസ്, 50% ഓഫ് ദ റിമൈനിങ് എംപ്ലോയീസ്, 50% അല്ല, 50% ഓഫ് റിമൈനിങ് എംപ്ലോയീസ്. ഈ 40% കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ട്? 60%. ആ 60%ന്റെ 50% ആണ്. 60%ന്റെ 50% പറഞ്ഞാൽ 60% പകുതി, 30%. ഈ 30% പേരും എന്താണ്? ഗ്രാജുവേറ്റ്സ് ആണ്. നമുക്ക് ജി എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെ. പിന്നെന്താ പറഞ്ഞത്? ആൻഡ് ദ റിമൈനിങ് 180, റിമൈനിങ് ആയിട്ടുള്ള 180 ആൾക്കാരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. നമുക്ക് പി ജി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത് 180 ആ. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എത്ര പെർസെന്റേജ് നമുക്ക് എങ്ങനെ കാണാം? റിമൈനിങ് ആയിട്ട് ബാക്കിയുള്ളവരല്ല. ഈ 40% മെട്രിക്കുലേറ്റ്സും 30% ഗ്രാജുവേറ്റ്സും കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 40, 30, 70% കഴിഞ്ഞാൽ 30% പേരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. ആ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന്റെ എണ്ണം 180 ആണ്. അത് 30% = 180 ആണെന്ന് കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ 30% 180 ആയതുകൊണ്ട് 100% എത്ര കണ്ടുപിടിക്കാം. പക്ഷെ ചോദ്യം എന്താണ്? ഹൗ മെനി എംപ്ലോയീസ് ആർ ഗ്രാജുവേറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റ്സിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റ്സ് നമുക്കറിയാം 30% ആൾക്കാരാണ് ഗ്രാജുവേറ്റ്സ്. പോസ്റ്റ് ഗ്രാജുവേറ്റ്സും 30% ആണ്, അല്ലെ. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ എണ്ണം ഈക്വൽ ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ 180 ആയതുകൊണ്ട് തന്നെ ഗ്രാജുവേഷന്റെ എണ്ണവും 180 ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇതിപ്പോ ഗ്രാജുവേഷന്റെ എണ്ണം പോസ്റ്റ് ഗ്രാജുവേഷൻ എണ്ണം സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കേസ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 30% 180 ആയതുകൊണ്ട് തന്നെ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 100% എന്ന് പറഞ്ഞാൽ 180 ഇൻറ്റു 100/30. ഈ 30/100, 30% പറഞ്ഞാൽ 30/100, അല്ലെ, ഇൻറ്റു നമ്മുടെ ടോട്ടൽ വാല്യൂ എക്സ് ആണ് 180 എന്ന് വരുന്നത്. 180 എന്ന് പറയുമ്പോൾ, സോറി, എക്സ് എന്ന് പറയുമ്പോൾ 180 ഇൻറ്റു ഈ 30/100 ആ സൈഡ് പോകുമ്പോൾ റെസിപ്രോക്കൽ ആവും, 100/30 ആവും. അതാണ് നമ്മളോട് ചെയ്യുക. 180 ഇൻറ്റു 100/30, അതാണ് 100% വരിക. നമുക്ക് ക്യാൻസൽ ചെയ്യുന്നു. 10/3 1800/3 മൊത്തം 600 പേരാണെന്ന് കിട്ടും. അപ്പൊ മൊത്തം ആൾക്കാരുടെ എണ്ണം 600 ആണ്. അപ്പൊ ഇതിന്ന് ചോദ്യം നമുക്ക് ഗ്രാജുവേറ്റ്സ് അല്ല മെട്രിക്കുലേറ്റ്സ് ആണെന്ന് വെക്കുക. അപ്പൊ 600ന്റെ 40% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഗ്രാജുവേറ്റ്സ് 30% ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് 30% ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് 150 പേര് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ട്. അപ്പൊ ഗ്രാജുവേറ്റ്സും 150 പേരാണെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മെട്രിക്കുലേറ്റ്സ് ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് എന്ത് വരും? ആദ്യം 100% എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരുന്നു. 30%, 150 എന്നുള്ള ഐഡിയ വെച്ചിട്ട് 100% 600 ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ 600ന്റെ
മെട്രിക്കുലേസ് എത്ര 40%. അപ്പൊ 600ന്റെ 40%, 40/100. 4 ഇവിടെ 0 ക്യാൻസൽ ആയി, ഇവിടെ 0 ക്യാൻസൽ. 60 × 4 240. 240 പേരാണ് മെട്രിക്കുലേസിന് എണ്ണം. ചോദ്യം മെട്രിക്കുലേസ് ആയിരുന്നെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കുക. ദ പ്രൈസ് ഓഫ് എൻ ഐറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ആൻഡ് ദെൻ ഡിക്രീസ്ഡ് ബൈ 20%. ദ ഫൈനൽ പ്രൈസ് ആസ് കമ്പയർഡ് ടു ദ ഒറിജിനൽ പ്രൈസ്. അവിടെ ചോദിച്ചിരിക്കുന്നത് നെറ്റ് പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് കാണാം. 20% ലെസ് ഉണ്ട്, 4% മോർ ഉണ്ട്. അപ്പോൾ 20% മോർ ഉണ്ട്, 4% ലെസ് ഉണ്ട്. ആദ്യം നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ലെസ് ആണോ മോർ ആണോ എന്നും കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ ഫോമിൽ തന്നെ യൂസ് ചെയ്യാം. പ്രൈസ് ഓഫ് എൻ ഐറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 20, +20. ദെൻ ഡിക്രീസ് ബൈ 20%. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു -20. ഡിക്രീസ് ആയതുകൊണ്ട് മൈനസ് എഴുതി. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. എക്സ് എന്താ 20, വൈ എന്താ -20. എക്സ് വൈ പറയുമ്പോൾ 20 × -20 ബൈ 100. 20 - 20 0 ആയി. പ്ലസ് 20 × 20 400 ആണ്, പക്ഷെ മൈനസ് ഉള്ളതുകൊണ്ട് -400 ബൈ 100. അപ്പോൾ 0 ക്യാൻസൽ ആയി, -4 എന്ന് കിട്ടി. -4 മൈനസ് ആയതുകൊണ്ട് ഡിക്രീസ് ആണ്, കുറവാണ് ഉണ്ടാകുന്നത്. 4%. അപ്പോൾ 4% ലെസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് ചെയ്തു വന്നപ്പോൾ എന്താ കിട്ടിയത്? ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടിയത്. നെഗറ്റീവ് വാല്യൂ കൊണ്ട് തന്നെ നമ്മൾ നെറ്റ് പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് ഉണ്ടാകുന്നത്. നെറ്റ് പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറയുമ്പോൾ ഫൈനൽ പ്രൈസ് ഒറിജിനൽ പ്രൈസിനെക്കാട്ടിലും ലെസ് ആണ് ആവുക. എത്ര ലെസ് ആവും? 4 ആയതുകൊണ്ട് 4%. അപ്പൊ ഓപ്ഷൻ ഡി 4% ലെസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കാം, ഈ ന്യൂസ് നോക്കാം. എ മിക്സ്ചർ ഓഫ് 40 ലിറ്റർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ കണ്ടെയ്ൻസ് 10% വാട്ടർ. ഒരു മിക്സ്ചർ ഉണ്ട്, അത് മൊത്തം 30 ലിറ്റർ ആണ്. 30 ലിറ്ററിന്റെ മിക്സ്ചർ ഉണ്ട്. അതിൽ മിൽക്കും വാട്ടറും കൂട്ടിയുള്ള മിക്സ്ചറാണ്. അതിൽ 10% വെള്ളം. ചോദ്യം എന്താ? ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു ഇറ്റ് സോ ദാറ്റ് വാട്ടർ മേ ബി 20% ഇൻ ദ ന്യൂ മിക്സ്ചർ. അതായത് തന്നിരിക്കുന്നത് എന്താ? 40 ലിറ്റർ മിക്സ്ചർ ഉണ്ട് അല്ലേ? ഈ 40 ലിറ്ററിലെ 10% വാട്ടറാ. 40ന്റെ 10% എന്താ? 4 അല്ലേ? 40 × 10/100 4. അപ്പം 4 ലിറ്റർ വെള്ളം പ്ലസ് ബാക്കി എത്ര? 40 ലിറ്ററിൽ ബാക്കി 36 ലിറ്ററും മിൽക്കാണ് അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. തന്നിരിക്കുന്നത് ഒരു 40 ലിറ്റർ മിക്സ്ചറാണ്. എങ്ങനെ? 36 ലിറ്റർ മിൽക്കും 4 ലിറ്റർ വെള്ളവും. അപ്പൊ എന്താ? 10% വെള്ളമാണ് അതിൽ ഇപ്പം നിലവിലുള്ളത്. നമുക്ക് എന്താ ചോദ്യം? ഇതിനകത്ത് വാട്ടർ നമുക്ക് ആഡ് ചെയ്യണം. കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഈ വാട്ടറിന്റെ പെർസെൻറ്റേജ് നമുക്ക് 20% ആവും. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ചിലപ്പോൾ തോന്നാം 10% വെള്ളം എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ ആണല്ലോ. അപ്പൊ 4 ലിറ്ററിനെ നമുക്ക് വീണ്ടും ആഡ് ചെയ്താൽ അത് 10% കൂടിയാൽ 20% വെള്ളമാവും എന്നുള്ളൊരു ഐഡിയ. അതല്ല, അത് തെറ്റാണ്. കാരണം എന്തുകൊണ്ടാ? 10% വെള്ളം ആഡ് ചെയ്യുമ്പോൾ 4 ലിറ്റർ വെള്ളം ആഡ് ചെയ്താൽ മൊത്തം വാല്യൂ, അതായത് മിക്സ്ചറിന്റെ വാല്യൂ 40ന്റെ കൂടെ 4 വീണ്ടും ആഡ് ചെയ്യും. മൊത്തം മിക്സ്ചറിന്റെ എത്രയോ? 40 + 4 44 ആവും. അതായത് ഇപ്പൊ 4/40 അല്ലെ? വാട്ടർ 4 ബൈ ടോട്ടൽ 40. അതാണ് നമുക്ക് 10% എന്നുള്ള വാല്യൂവിന് കിട്ടുന്നത്. 4/40 1/10. എന്നാൽ ഇതേ 4നെ നമ്മൾ ആഡ് ചെയ്യുന്നെങ്കിൽ വാട്ടറിന്റെ ലിറ്റർ 8 ആവും, പക്ഷേ മിക്സ്ചർ ലിറ്റർ 44 ആവും അല്ലേ? 40ന്റെ കൂടി 4 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുമ്പോൾ 44 ആവും. അപ്പൊ 8/44 20% ആവും. ഇല്ല, 10% കൂടി 20% ആവും എന്നുള്ള ലോജിക്ക് ഇവിടെ വർക്കാവില്ല. അപ്പൊ ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? നമ്മൾ ആഡ് ചെയ്യുന്ന വാട്ടറിന്റെ ഇത് നമ്മൾ എക്സ് ആണെന്ന് കരുതുക. അപ്പൊ നമുക്ക് പുതിയ വാട്ടറിന്റെ ലെവൽ എത്രയാവും? 4 + x ലിറ്റർ. എക്സ് ലിറ്റർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പുതിയ വെള്ളത്തിന്റെ അളവ് 4 + x ലിറ്റർ ആവും ഇല്ലേ? അപ്പോ മൊത്തം മിക്സ്ചറിന്റെ ലെവൽ എന്താവും? മിൽക്ക് മാറുന്നില്ല കേട്ടോ. മിൽക്ക് നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല. മിൽക്ക് 36 ലിറ്റർ തന്നെയാണ്. വാട്ടറാണ് നമ്മൾ എക്സ് ലിറ്റർ കൂട്ടുന്നത്. അപ്പൊ വാട്ടറിന്റെ പുതിയ അളവ് എന്ന് പറഞ്ഞാൽ 4 + x ലിറ്റർ. മൊത്തം മിക്സ്ചറിന്റെ വാല്യൂ എത്രയാ? 40 + ഈ കൂടിയ വെള്ളം മാത്രം നമ്മൾ കൂട്ടുന്നത് എക്സ് ലിറ്റർ അല്ലേ? അപ്പൊ 4 + x / 40 + x ആണ് എന്ത്? വാട്ടറിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അല്ലേ? വാട്ടർ ബൈ ടോട്ടൽ മിക്സ്ചർ. ഇതെന്ന് പറയുന്നത് 20% ആവണം എന്നാ പറയുന്നത്. അപ്പൊ × 100% = 20% എന്നാണ് ആവണം. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സ് ലിറ്റർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20% കിട്ടണം. അപ്പൊ അതാണ് നമ്മുടെ ഫോമിൽ വരുന്നത്.
ഇപ്പൊ രണ്ട് സൈഡും ജസ്റ്റ് പെർസെൻറ്റേജ് ഒഴിവാക്കാം. 100%, 20%. അപ്പൊ 4 + x/40 + x ഇസ് ഈക്വൽ ടു 20/100 എന്നുള്ള വാല്യൂ കിട്ടണം. 4 + x/40 + x ഇസ് ഈക്വൽ ടു ഈ 100 അപ്പുറത്ത് പോകുമ്പോൾ 20/100 എന്നുള്ള ഫോം ആണ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/10 1/5 ആവും. ഓക്കെ, 4 + x/40 + x ഇസ് ഈക്വൽ ടു 1/5 എന്നുള്ളതാണ് നമ്മുടെ രീതി, എന്താ പറയുക, ഇക്വേഷൻ. ഇത് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ സൈഡ് ഒന്ന് മായ്ക്കാം. ഈ തന്നിരിക്കുന്ന ഇപ്പൊ കിട്ടിയ നമ്മൾ പുതിയ കിട്ടിയ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, 4 + x അവിടെ നിർത്തിയിട്ട് ഇപ്പുറത്തെ 40 + x കൊണ്ടുവരാം. 1/5 5 ഇപ്പുറത്തും കൊണ്ടുവരാം. ഓക്കെ, അത് ഇപ്പുറത്തെ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ന്യൂമറേറ്ററിന്റെ ആഡ് ചെയ്യാം. ഇപ്പൊ താഴത്തെ ഡിനോമിനേറ്ററിനെ അപ്പുറത്തും കൊണ്ടുപോകാം. നമുക്ക് എന്ത് കിട്ടും? 4 + x ഇൻറ്റു ഇപ്പുറത്തെ ഡിനോമിനേറ്റർ ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു നമ്മൾ എഴുതുന്നില്ല 40 + x. അതായത് എന്താണ്, ഈ 4 + x അവിടെ തന്നെ നിർത്തി, ഈ 5നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 40 + x-നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 4 + x ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 40 + x എന്ന് കിട്ടി. 4 + x ഇൻറ്റു 5 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 + 5x എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 40 + x എന്ന് കിട്ടും അല്ലേ. ഈ രണ്ട് സൈഡ് 20 കുറയ്ക്കുക. അപ്പോൾ 20 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 5x ഇസ് ഈക്വൽ ടു 20 + x എന്ന് കിട്ടും. രണ്ട് സൈഡ് x കുറയ്ക്കുക. അപ്പോൾ 5x ഇവിടെ 4x ആവും. 4x ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. x ഇസ് ഈക്വൽ ടു 20/4 എന്ന് പറഞ്ഞാൽ 5. 5 ലിറ്ററാണ് നമുക്ക് കൂട്ടേണ്ടതെന്ന് കിട്ടും. എന്താ നമ്മൾ ചെയ്തത്? 40 ലിറ്റർ മിക്സ്ചർ ഉണ്ട്, 4 ലിറ്റർ വാട്ടറും 36 ലിറ്റർ മിൽക്കും. അപ്പൊ അതിന്റെ വാട്ടറിന്റെ പ്രൊപ്പോർഷൻ പറഞ്ഞാൽ 4/40 10%. നമ്മൾ 10% വെച്ചിട്ടാണ് നമ്മൾ 4 ലിറ്റർ വാട്ടർ കണ്ടുപിടിച്ച്. ഇതിലേക്ക് നമ്മൾ എക്സ് ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നു. എക്സ് ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നു. മിൽക്ക് 36 ലിറ്ററിനെ നിൽക്കും. എക്സ് ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വാട്ടറിന്റെ പുതിയ അളവ് എന്ന് പറഞ്ഞാൽ 4 + x ആണ്. നേരത്തെയുള്ള 4ഉം പുതിയ ആഡ് ചെയ്ത 6ഉം. അതേസമയം മൊത്തം മിക്സ്ചറിന്റെ വോളിയോ 40 എന്നുള്ള നേരത്തെ വാല്യൂടെ എക്സ് ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ 40 + x എന്നുള്ള വാല്യൂ ആണ് എന്താ പറയുക പുതിയ മിക്സ്ചറിന്റെ ഇത്. അപ്പോൾ വാട്ടറിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 4 + x/40 + x. ഇത് നമുക്ക് എന്താണ് വേണ്ടത്? 20% ആണെന്നുള്ള പറഞ്ഞു അല്ലെ. വാട്ടറിന്റെ പ്രൊപ്പോർഷൻ 20% ആണെന്നുള്ളത്. അപ്പോൾ 4 + x /40 + x ഇൻറ്റു 100% ഈസ് ഈക്വൽ ടു 20%. അപ്പൊ 20/100 ഈസ് ഈക്വൽ ടു 4 + x/40 + x എന്ന് എഴുതി. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 20/100 നമ്മൾ 1/5 സിംപ്ലിഫൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5 × 4 + x ഈസ് ഈക്വൽ ടു 40 + x എന്ന് കിട്ടി. പിന്നെ വളരെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എക്സിന്റെ വാല്യൂ 5 ആണ് കിട്ടി. അപ്പൊ മൊത്തം 5 ലിറ്റർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. If the price of a television set is increased by 25%, then by what percentage should the new price be reduced to bring the price back to the original level? ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 25% ഇൻക്രീസും അപ്പുറത്ത് എത്ര പെർസെൻറ്റേജ് ഡിക്രീസ് വന്നു എന്നുള്ള അതേ കേസാണ്. ജസ്റ്റ് നിങ്ങൾ തന്നെ ജസ്റ്റ് ചെയ്ത് നോക്കുക. സെയിം ആൻസർ വരിക. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. സെയിം ഇതാ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് മീൻ എന്നുള്ള വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മീൻ എന്താ? നമുക്ക് ആവറേജ് എന്നുള്ളതാണ്. ആവറേജ് നമുക്ക് സം ഓഫ് ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. അതായത് ഒരു ക്ലാസ് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് മാത്സിൽ 50 മാർക്ക് കിട്ടി, സയൻസിൽ 60 മാർക്ക് കിട്ടി, ഇംഗ്ലീഷിൽ 70 മാർക്ക് കിട്ടി. ഇങ്ങനൊരു കേസാണ്. അങ്ങനെയാണ് കുട്ടിയുടെ ആവറേജ് മാർക്ക് എത്ര ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്കുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്യും. സം ഓഫ് ദ മാർക്സ് ബൈ നമ്പർ ഓഫ് മാർക്സ്, അതായത് നമ്പർ ഓഫ് സബ്ജക്ട്സ്, എത്ര സബ്ജക്റ്റ് ഉണ്ട്. അതാണ് നമ്മുടെ മീൻ എന്നുള്ളത്. സം ഓഫ് ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്നുള്ളത് എന്ത് നമ്മുടെ കേസിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ, മാർക്കാണെങ്കിൽ മാർക്ക്, ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ്, എങ്ങനെ വെച്ചാൽ നമുക്ക് അരിത്മെറ്റിക് മീൻ വളരെ ഈസിയായിട്ട് നമുക്ക് നേരത്തെ പഠിച്ച സാധനമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കമ്പൈൻഡ് മീൻ എന്നൊരു കേസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുട്ടീന്റെ മാർക്കിന്റെ കാര്യമാണ്. അതേസമയം ഒരു ക്ലാസ്സിലെ കാര്യം എടുക്കാം. ഒരു ക്ലാസ്സിൽ 10ാം ക്ലാസ് ഉണ്ട്. 10ാം ക്ലാസ്സിൽ എ ഡിവിഷൻ, ബി ഡിവിഷൻ, സി ഡിവിഷൻ ഉണ്ട്. 10ാം ക്ലാസ്സിൽ 10 എയിൽ 30 കുട്ടികളുണ്ട്, 10 ബിയിൽ
20 കുട്ടികളുണ്ട്. 10C 50 കുട്ടികളുണ്ട്. പക്ഷെ 10A കുട്ടികളുടെ മാർക്കിന്റെ ആവറേജ് അറിയാം, അതൊരു 85 വെക്കുക. 10B കുട്ടികളുടെ ആവറേജ് 90 വെക്കുക. സിയിലാണെങ്കിലോ 70 വയ്ക്കുക. ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണം വ്യത്യാസമുണ്ട്, ആവറേജുകളും വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് തന്നിട്ടുണ്ട്, എത്ര കുട്ടികളുണ്ടെന്നും അവിടുത്തെ ആവറേജ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് മൊത്തം 10ാം ക്ലാസ്സിന്റെ കുട്ടികളുടെ ആവറേജ്, മാർക്കിന്റെ ആവറേജ് ചോദിച്ചാൽ കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് കമ്പൈൻഡ് മീൻ എന്ന് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇതില് N1, N2, Nn എന്നുള്ളത് ആ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ, ഏതാണോ ഗ്രൂപ്പ്, ക്ലാസ് ആൻഡ് ക്ലാസ് മറ്റെന്തെങ്കിലും ആണെങ്കിൽ ആ സാധനത്തിന്റെ ആ ഗ്രൂപ്പുകളുടെ നമ്പർ, ഗ്രൂപ്പിലുള്ള നമ്പറാണ് നമ്മൾ ആ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരല്ലെങ്കിൽ ഒബ്ജക്ട്സിന്റെ നമ്പറാണ് N1, N2, Nn കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേ ഗ്രൂപ്പുകളിലെ ആവറേജുകളാണ് X1, X2, Xn. അതായത് ഒരു ഗ്രൂപ്പ്, ഒരു ക്ലാസ്, ഇത് നേരത്തെ പറഞ്ഞ ഡിവിഷനുകൾ ABC. എയിൽ N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 30 ബിയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 20 അപ്പൊ N2 20. സിയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50 അപ്പൊ N3 30. എയിലെ ആവറേജ് 85 അപ്പൊ X1 85. ബിയിലെ ആവറേജ് 70 അപ്പൊ X2 70. സിയിലെ ആവറേജ് 90 അപ്പൊ X3 90. ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ N1 X1 പ്ലസ് N2 X2 പ്ലസ് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൻഡ് മീൻ, അതായത് 10ാം ക്ലാസ് മൊത്തത്തിന്റെ ആവറേജ് കിട്ടും. എന്താണ്? ആദ്യത്തെ ഗ്രൂപ്പിലെ നമ്പർ ഇൻറ്റു ആദ്യത്തെ ഗ്രൂപ്പിന്റെ ആവറേജ് പ്ലസ് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ആവറേജ് പ്ലസ് സോ ഓൺ ഡിവൈഡഡ് ബൈ മൊത്തം നമ്പറുകളുടെ സമ്മ്. N1 X1 പ്ലസ് N2 X2 പ്ലസ് സോ ഓൺ Nn Xn ബൈ N1 പ്ലസ് N2 പ്ലസ് N. ഓക്കെ, ഇതാണ് കമ്പൈൻഡ് മീനിന്റെ ഫോമുല. നമുക്ക് അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ജസ്റ്റ് മീനിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ. എന്താണ്? ഒരു കാൻഡിഡേറ്റ് സ്കോർസ് 5, 15, 25, 10 and 15 മാർക്സ് ഇൻ ഡിഫറൻറ്റ് സബ്ജക്ട്. ദെൻ കാൽക്കുലേറ്റ് ദ മെയിൻ സ്കോർ. നമുക്ക് എന്താ, വളരെ സിമ്പിൾ ആണ്. സമ്മ് ആദ്യം കണ്ടുപിടിക്കുക. സമ്മ് എത്ര വരും? 5 പ്ലസ് 15 പ്ലസ് 25 പ്ലസ് 10 പ്ലസ് 15 എത്ര കിട്ടും? 5, 15, 20, 20, 25, 45, 55, 55, 15, 70. മൊത്തം നമ്പർ എത്ര? 1, 2, 3, 4, 5. നമ്പർ 5. അപ്പോ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സം ബൈ നമ്പർ അല്ലേ? അപ്പൊ 70/5 എത്ര കിട്ടും? 14 അല്ലെ? 14. യെസ്, 14. അപ്പൊ നമ്മുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 14. വളരെ ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആവറേജ് എന്നുള്ള സൈനാ. അതിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് ഓഫ് 30 ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 15 years. ഇതിലൊരു ട്വിസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആവറേജ് ഓഫ് 30 ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 15 years. If the age of teacher is also included, then the new average becomes 16 years. What is the age of the teacher? Okay. അപ്പൊ തന്നിരിക്കുന്ന എന്താ? ആദ്യം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 30 30 പേരുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണത്തിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ 15. ആവറേജ് തന്നിട്ടുണ്ട്, നമ്പർ തന്നിട്ടുണ്ട്. നമുക്കിത് സം കണ്ടുപിടിച്ചൂടെ? എന്താണ് ആവറേജ് പറഞ്ഞാൽ? സം ബൈ നമ്പർ ആണ് അല്ലെ? അപ്പൊ സം എന്ന് പറഞ്ഞാൽ എന്താ? സം എന്ന് പറയുമ്പോൾ നമ്പർ ഇൻറ്റു ആവറേജ് അല്ലേ? ആവറേജ് എന്ന് പറയുന്നത് ഇൻറ്റു നമ്പർ ആണ് നമുക്ക് സം കിട്ടുക അല്ലേ? അപ്പൊ നമുക്ക് നമ്പർ തന്നിട്ടുണ്ട്, ആവറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് ദ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വയസ്സാണ് ആക്ച്വലി. ആവറേജ് ഓഫ് 30 ബോയ്സ്, വയസ്സാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏജ്, ആവറേജ് ഏജ് ഓഫ് 30 ബോയ്സ് ആണ്. അപ്പോൾ ഏജിന്റെ ആവറേജ് 15 30 കുട്ടികളുണ്ട്. നമ്പർ തന്നിട്ട് ആവറേജ് തന്നിട്ട്. സം എങ്ങനെ പിടിക്കുക? ആവറേജ് ഇൻറ്റു നമ്പർ. ഈ ആവറേജ് ഈക്വൽ സം ബൈ നമ്പർ എന്ന ഫോമിൽ ഉപയോഗിച്ചാണ് നമ്മൾ തിരിച്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആവറേജ് നമ്പർ എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 30 ഇസ് ഈക്വൽ ടു 450. ഇതാണ് ക്ലാസ്സിലെ കുട്ടികളുടെ പ്രായത്തിന്റെ സമ്മ്. എല്ലാ ഏജും കൂടി ആഡ് ചെയ്യുമ്പോൾ 450 കിട്ടും. 450 ബൈ ടോട്ടൽ നമ്പർ 30 ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് 15 കിട്ടുന്നത് അല്ലേ? അപ്പൊ 450 കുട്ടികളുടെ ഈ വയസ്സിന്റെ സം എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞത്? അതിന്റെ കൂടെ ടീച്ചറിന്റെ ഏജ് കൂടി ആഡ് ചെയ്യുന്നു. ഈ 450ന്റെ കൂടെ ടീച്ചറിന്റെ ഏജ് എക്സ് എന്ന് വിചാരിക്കുക, ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഇതാണ് പുതിയ സം കേട്ടോ. പുതിയ സമ്മാണ് ഇത്, 450 പ്ലസ് എക്സ്. പുതിയ ആവറേജ് എന്തായി? 16. ആൾസോ നമുക്കറിയാം മൊത്തം 30 കുട്ടികളുണ്ടായിരുന്നു. ടീച്ചറും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്തായി?
നമ്പർ 31 അല്ലേ, 30 കുട്ടികൾ പ്ലസ് 1 ടീച്ചർ. അപ്പൊ എന്തായി, 450 പ്ലസ് എക്സ് എന്നുള്ള സമ്മ് എങ്ങനെ വന്ന്, സം ബൈ നമ്പറാണ് ഈ 16 എന്ന് പറഞ്ഞത് അല്ലേ, 450 പ്ലസ് എക്സ് ബൈ നമ്പർ 31 പേരാണ് ടീച്ചറും കൂടി വന്നപ്പോ ഈസ് ഈക്വൽ ടു 16 ആണെന്ന് കിട്ടി നമുക്ക്. ഇത് നമുക്ക് എന്ത് കിട്ടി, 450 പ്ലസ് എക്സ് എത്ര അറിയാലോ, 450 പ്ലസ് എക്സ് എങ്ങനെയാ, 16 ഇൻറ്റു ഈ 31 അല്ലേ, 16 31 എത്രയാ, 310ഉം 180, 490ഉം 496 അല്ലേ. യെസ്, 16 ഇൻറ്റു 31 450ഉം 16 456. യെസ്, 450 പ്ലസ് എക്സ് ആണ് 456. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ, 496 മൈനസ് 450, 46 എന്ന് കിട്ടും. അപ്പൊ ടീച്ചറിന്റെ വയസ്സ് എത്രയാ, എക്സ് ആണ് നമ്മുടെ ടീച്ചറിന്റെ വയസ്സ്, അപ്പൊ ടീച്ചറിന്റെ വയസ്സ് 46. ഇതാണ് ആൻസർ. ഇതെന്താ സംഭവം, നമുക്ക് തന്നിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്, നമ്പർ തന്നിട്ടുണ്ട്, ആവറേജ് തന്നിട്ടുണ്ട്. ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ നമുക്കറിയാം. അപ്പൊ സമ്മ നമുക്ക് ഈ ആവറേജ് നമ്പർ വെച്ച് കണ്ടുപിടിച്ചു. എന്താണ്, 450, 15 ഇൻറ്റു ആവറേജ് ഇൻറ്റു നമ്പർ, അതാണ് 450. അതാണ് നമ്മുടെ സമ്മന്ന് കിട്ടി. ഇനി പിന്നെ എന്താ പറഞ്ഞത്, ടീച്ചറിന്റെ വയസ്സോട് കൂട്ടി. നമ്മൾ ടീച്ചറിന്റെ വയസ്സ് എക്സ് ആയിട്ട് കണ്ടുപിടിച്ചു, കണക്ക് കൂട്ടി. അപ്പൊ ടീച്ചറിന്റെ വയസ്സോട് കൂട്ടിയപ്പോൾ 450 പ്ലസ് എക്സ്, ഇതാണ് നമ്മളുടെ പുതിയ സമ്മ്. ടീച്ചറിന്റെ ഇതും കൂടി വന്നപ്പോൾ അവിടെ എന്താ പറ്റി, നമ്പർ 30 31 കൂടി ടീച്ചറും കൂടി വന്നപ്പോൾ. അപ്പൊ നമ്പർ 31, ആവറേജ് തന്നിട്ടുണ്ട് 16 എന്നുള്ള പുതിയ ആവറേജ് തന്നിട്ടുണ്ട്. അപ്പൊ പുതിയ സമ്മാണ് നമുക്ക് അറിയേണ്ടത്. പുതിയ സമ്മ 450 പ്ലസ് എക്സ് ആണ്, ആവറേജ് എന്ന് പറഞ്ഞാൽ 16 ആണ്, നമ്പർ 31 ആണ്. അപ്പൊ 16 ഇൻറ്റു 31 ആണ് പുതിയ സമ്മ് വരിക അല്ലേ. 16 ഇൻറ്റു 31 496. 496 പറഞ്ഞാൽ ഈ 40 450 പ്ലസ് എക്സ് ആണ്. അതിന് നമുക്ക് എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിച്ചൂടെ, 46. അത്രേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് കേസുകളുണ്ട്. ഇപ്പോൾ രണ്ട് കേസുകളിലും നമ്പറും ആവറേജും നമുക്കറിയാം. അത് വെച്ചിട്ട് രണ്ട് സമ്മും കണ്ടുപിടിച്ചു. ആദ്യത്തെ 450 ആണ്, രണ്ടാമത് 450 പ്ലസ് ടീച്ചറിന്റെ സമ്മാണ്, ടീച്ചറിന്റെ ഏജ് ആണ്. അപ്പോൾ രണ്ടും 450 450 പ്ലസ് എക്സും, ഇതെത്ര നമുക്ക് വാല്യൂ കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ 496 മൈനസ് 450, 46 എന്ന് കിട്ടി. അതാണ് ടീച്ചറിന്റെ വയസ്സ്. ഇപ്പൊ രണ്ട് കേസുകളിലും ആവറേജും നമ്പർ തന്നുകൊണ്ട് തന്നെ രണ്ട് കേസുകളിലെയും സമ്മ് നമുക്കറിയാം. ഈ സമ്മുകളുടെ ഡിഫറൻസ് ആണ് ടീച്ചറിന്റെ വയസ്സ്. അതാണ് നമുക്ക് കിട്ടിയത് 46 എന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കേസാണ്. ഏത്, മിക്സഡ് ആവറേജ് വരുന്ന കേസ്, സോറി കമ്പൈൻഡ് ആവറേജ് വരുന്ന കേസ്. ഇപ്പൊ ആവറേജ് ഹൈറ്റ് ഓഫ് ക്ലാസ് എ having 30 students is 150 centimeter. Average height of class B with 20 students is 160 centimeter. If both classes are combined together, what will be their average? അതാണ് കമ്പൈൻഡ് ആവറേജ് എന്നുള്ള കേസാണ് ഇവിടെ. ഇപ്പൊ തന്നിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളാണുള്ളത്. രണ്ട് ഗ്രൂപ്പ്, ഒന്നാമത്തെ ഗ്രൂപ്പ് N1, ഒന്നാമത്തെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്, ക്ലാസ് എയിൽ 30 കുട്ടികളുണ്ട്. അവിടുത്തെ ആവറേജ് എത്രയാ, x1 ഈസ് ഈക്വൽ ടു 150 തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, അതിൽ എത്ര കുട്ടികളുണ്ട്, 20 കുട്ടികളുള്ളത്. അവിടുത്തെ ആവറേജ് എന്താ, x2 160. ഇത് നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഇട്ട് കഴിഞ്ഞാൽ കമ്പൈൻഡ് ആവറേജ് കിട്ടില്ലേ. എങ്ങനെ ചെയ്യാ, N1 x1, ആദ്യത്തെ നമ്പർ ഇൻറ്റു ആദ്യത്തെ ആവറേജ് പ്ലസ് രണ്ടാമത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ ആവറേജ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ്, എത്ര എത്ര പേരുണ്ടെന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 ഇൻറ്റു 150 പ്ലസ് 20 ഇൻറ്റു 160 ബൈ 30 പ്ലസ് 20. 30 ഇൻറ്റു 150 എത്ര കിട്ടും, 45, 4500 പ്ലസ് 20 ഇൻറ്റു 160 3200 ബൈ 50 അല്ലെ. 4500ഉം 3200ഉം 7700 ബൈ 50. 770 ബൈ 5. 770 ബൈ 5 പറഞ്ഞാൽ 1 27 5 ബാക്കി 20 4 അല്ലെ, 154. 154 ഇതിന്റെ കമ്പൈൻഡ് ആവറേജ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, രണ്ട് ഗ്രൂപ്പിലെ നമ്പർ തന്നിട്ട് ആവറേജ് തന്നിട്ടുണ്ട്. നമ്മൾ എഴുതി N1 x1 N2 x2 എഴുതി. ഡയറക്റ്റ് ഫോർമുലയിൽ ഇട്ടു, N1 x1 പ്ലസ് N2 x2 ബൈ N1 പ്ലസ് N2 കാൽക്കുലേറ്റ് ചെയ്തു, നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് കമ്പൈൻഡ് ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ അതിൽ വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ മോഡലിൽ ആവറേജുള്ള കേസുകളിൽ വന്ന മുമ്പത്തെ ക്വസ്റ്റ്യൻസ്. ദ ആവറേജ് ഏജ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വാസ് 22 years വെൻ ദേ വേർ മാരിഡ് 5 years ബാക്ക്. അതായത് 5 വർഷം മുമ്പ് അവർ കല്യാണം കഴിച്ച സമയത്ത് ഇവർ രണ്ടുപേരുടെയും ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 22 ആണ്. വാട്ട് ഈസ് ദ പ്രസന്റ് ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലി ഇഫ് ദേ ഹാവ് എ 3-year-old ചൈൽഡ്? ഓക്കെ, രസമുള്ള ചോദ്യമാണ്. ഇപ്പോൾ എന്താ തന്നിരിക്കുന്നത്, ആദ്യത്തെ കേസിൽ ജസ്റ്റ് നമുക്ക് 5 വർഷം മുമ്പ്
ഹസ്ബൻഡിന്റെ ഏജ് എക്സ് ആണ് വിചാരിക്കുക, വൈഫിന്റെ ഏജ് വൈ ആണ് വിചാരിക്കുക. തന്നിരിക്കുന്ന 5 വർഷം മുമ്പത്തെ കേസാണ്. 5 വർഷം മുമ്പ് എക്സും വൈയും ആണ് ഇവരുടെ വയസ്സ്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? സമ്മ് എക്സ് പ്ലസ് വൈ ബൈ എത്ര പേരുണ്ട് എന്നുള്ളത്, 2 നമ്പർ. എക്സ് പ്ലസ് വൈ ബൈ 2 ഈസ് ഈക്വൽ ടു എന്താണ്? ആവറേജ് എന്താന്ന്? 22. ഇപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? 22 ഇൻറ്റു 2 അല്ലേ? 44 അല്ലേ? എക്സ് പ്ലസ് വൈ ബൈ 2 ഈസ് ഈക്വൽ ടു 22 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 22 ഇൻറ്റു 2 44. നമുക്കറിയാം സം ഓഫ് ദ ആവറേജും തന്നിട്ടുണ്ട്, നമ്പറും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ, അതായത് അതിന്റെ സമ്മ് നമുക്കറിയാം, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 44. 5 വർഷം മുമ്പത്തെ കേസാണ് പറഞ്ഞത്. ഇതാണ് 5 വർഷം മുമ്പത്തെ കേസ്. ഇനി 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ നിലവിൽ പ്രസന്റ് കേസിൽ എങ്ങനെയാ? ഹസ്ബൻഡിന്റെ വയസ്സ് എത്രയാ? എക്സ് പ്ലസ് 5 വയസ്സ് കൂടിയില്ലേ? വൈഫിന്റെ വയസ്സ് എന്താ? വൈ പ്ലസ് 5. വൈഫിനും 5 വയസ്സ് കൂടി. പിന്നെന്ത് പറ്റി? ഒരു 3 വയസ്സുള്ള കുട്ടി കൂടി ഉണ്ട് അല്ലെ? അപ്പൊ മൊത്തം സം എന്തായി? എക്സ് പ്ലസ് 5 പ്ലസ് വൈ പ്ലസ് 5 പ്ലസ് കുട്ടീന്റെ വയസ്സ് 3. ഇതാണ് പുതിയ സമ്മ്. എത്രയാണ്? എക്സ് പ്ലസ് വൈ പ്ലസ് 5 5 10 3 13. എന്താണ്? 5 വർഷം മുമ്പ് ഇവര് കല്യാണം കഴിച്ച സമയത്ത് ഇവരെ വയസ്സ് എക്സും വൈയും ആണ്. ആ സമയത്ത് ആവറേജ് 22 ആണ്. അതുകൊണ്ട് ആ സമയത്ത് എക്സിന്റെയും വൈന്റെയും സം എന്ന് പറയുന്നത് 22 ഇൻറ്റു 2 നമ്പർ, ആവറേജ് ഇൻറ്റു നമ്പർ എന്ന് പറയുന്നത് 44ആണ്. ഇത് 5 വർഷം മുമ്പത്തെ കേസ്. 5 വർഷം കഴിഞ്ഞാലുള്ള സമ്മ് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാം. 5 വർഷം കഴിയുമ്പോൾ ഭാര്യയ്ക്ക് 5 വയസ്സ് കൂടി, ഭർത്താവിന് 5 വയസ്സ് കൂടി. എക്സ് പ്ലസ് 5 വൈ പ്ലസ് 5 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ എക്സ് പ്ലസ് 5 പ്ലസ് വൈ പ്ലസ് 5 പ്ലസ് 3 മൊത്തം എക്സ് പ്ലസ് വൈ പ്ലസ് 13. എക്സ് പ്ലസ് വൈന്റെ വാല്യൂ നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എന്താണ്? 44 പ്ലസ് 13 എത്രയായി? 57. പുതിയ സമ്മ് എത്രയാ? 57. നമ്മൾ ഈ എക്സ് പ്ലസ് വൈ ഇവിടെ ഇട്ട് കൊടുക്കാനുള്ള ഒരു ഔചിത്യ ബോധം നമുക്ക് മനസ്സിലുണ്ടാവണം. ഓക്കെ, അല്ല എക്സ് പ്ലസ് വൈ പ്ലസ് 13 അവിടെ നിൽക്കില്ല. നേരത്തെ നമ്മൾ എക്സ് പ്ലസ് വൈ 44 കണ്ടുപിടിച്ചത് അവിടെ യൂസ് ചെയ്യാൻ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ 44 പ്ലസ് 13 50 പുതിയ സമ്മെന്ന് കിട്ടി. വേറെ കാര്യമുണ്ട്, മൊത്തം ആൾക്കാരുടെ എണ്ണം നമുക്കറിയാം. 2 ഹസ്ബൻഡും വൈഫും കൂടെ ഒരാളും കൂടി അല്ലേ? അപ്പൊ മൊത്തം നമ്പർ എത്രയായി? സമ്മ് 57 ആണ്, നമ്പർ 3 ആണ്. സമ്മും ഉണ്ട് നമ്പറും ഉണ്ട്. നമുക്ക് ആവറേജ് കണ്ടുപിടിക്കണേ. ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ. എത്ര? 57/3. 57/3 പറയുമ്പോൾ 19 വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. രസമുള്ള ചോദ്യമല്ലേ? അതായത് 5 വർഷം മുമ്പ് ഹസ്ബൻഡിന്റെ വൈഫിന്റെ ആവറേജ് 22 വയസ്സാണ്. 3 വയസ്സുള്ള 5 വർഷത്തിന് ശേഷം 3 വയസ്സുള്ള ഒരു കുട്ടി കൂടി ഉണ്ട്. അങ്ങനെ ആ കേസ് വരുമ്പോൾ പുതിയ ആവറേജ് എന്ത്? അപ്പൊ നമുക്ക് 5 വർഷം മുമ്പത്തെ സമ്മ് നമുക്ക് കിട്ടി, 5 വർഷം ശേഷമുള്ള സമ്മ് നമുക്ക് കിട്ടി. അത് ഉപയോഗിച്ച് ആ എക്സ് പ്ലസ് വൈ എന്നുള്ള ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ സമ്മ് 44 എന്നുള്ള ഇട്ട് കൊടുത്താൽ നമുക്ക് 57 കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ അത് ആഡ് ചെയ്തപ്പോൾ പുതിയ സമ്മ് കിട്ടി, പുതിയ നമ്പറും ഉണ്ട്. സമ്മും നമ്പറും പുതിയ സമ്മും പുതിയ നമ്പറും ഉണ്ടെങ്കിൽ പുതിയ ആവറേജ് കണ്ടുപിടിക്കാമല്ലോ. 57/3 19 കിട്ടി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ റൺസ് ഫോർ 2 hours at a speed of 35 kilometers. It runs for 3.5 hours at the speed of 60 kilometers and then runs for 2.5 hours at the speed of 70 kilometers. Find the average speed of the train. ഞാൻ നേരത്തെ പറഞ്ഞ കമ്പൈൻഡ് മീൻ എന്നുള്ള കേസാണ് അല്ലേ? നോക്കുക, ആദ്യം 2 മണിക്കൂർ 35 കിലോമീറ്റർ പെർ അവർ സ്പീഡ് പോയി, അതാണ് ആവറേജ്. 2 മണിക്കൂർ എന്നുള്ളതാണ് നമ്പർ. പിന്നെ 3.5 മണിക്കൂർ 60 കിലോമീറ്റർ പെർ ഹവർ ആവറേജിൽ പോയി. പിന്നെ 2.5 മണിക്കൂർ 70 കിലോമീറ്റർ ആവറേജിൽ പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുന്ന വാല്യൂസ് എഴുതാം. ആദ്യത്തെ കേസിൽ നമ്പർ, ഇവിടെ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിക്കൂറാണ്. എന്താണോ ആ ഒബ്സർവേഷൻ ആണ്, ഒബ്സർവേഷൻ എണ്ണമാണ്. ഇവിടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം 2 മണിക്കൂർ എന്നുള്ളതാണ്. അപ്പൊ n1 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ആ സമയത്ത് ആവറേജ് എന്താ? x1 ഈസ് ഈക്വൽ ടു 35. n2 ഈസ് ഈക്വൽ ടു എന്താ? 3.5 മണിക്കൂർ. 3.5 എന്ന് പറഞ്ഞാൽ 3 1/2 പറഞ്ഞാൽ 3 + 1/2. നമ്മൾ കമ്പൈൻഡ് ഫ്രാക്ഷൻ ആകുമ്പോൾ, സോറി മിക്സ്ഡ് ഫ്രാക്ഷന്റെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 2 × 3 + 1 7/2. x2 എന്താ? 60. അഗൈൻ n3 2 1/2. 2 1/2 എന്ന് പറഞ്ഞാൽ 2 × 2 4 + 1 5. 5/2. x3 എന്താ? 70. എല്ലാം ആയില്ലേ? n1 ഉണ്ട്, x1 ഉണ്ട്, n2 ഉണ്ട്, x2 ഉണ്ട്, n3 ഉണ്ട്, x3 ഉണ്ട്. ഇനി കമ്പൈൻഡ് ആവറേജ് എളുപ്പത്തിൽ കണ്ടുപിടിച്ചോടെ. എന്താണ് ഫോർമുല? n1 x1 + n2 x2 + n3 x3 by n1 + n2 + n3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 35 + 7/7
7/2 into 60 plus 5/2 into 70 divided by total number 2 plus 7/2 plus 5/2. Okay, 2 into 35 70 ആണ് പ്ലസ് 7 into 60/2 2ഉം 60 ക്യാൻസൽ ആവും 30. ഇപ്പൊ 7 into 30 210. ഇവിടെ 5/2 into 70 2ഉം 70 ക്യാൻസൽ ആയി 35 വരും. 5 into 35 115 25 175 അല്ലേ 150 175 പ്ലസ് 175 ബൈ 2 പ്ലസ് 7/2 പ്ലസ് 5/2. ഇത് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് നമുക്ക് 2നെ 4/2 എന്ന് എഴുതാം അല്ലേ? ഇപ്പൊ ലൈക്ക് ഫ്രാക്ഷൻസ് ആയി 4 plus 7 plus 5 11 plus 5 16 16/2 എന്താ 8. ഇപ്പൊ 70 plus 210 plus 170 3 280 380 455 അല്ലേ 245 255 455 455 by 8 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 45 by 8 5 50 by 8 6 56.87 വരുന്നു അല്ലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം 56.87 വരെയായിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് മൂന്ന് കേസുകളാണ് 3 ഗ്രൂപ്പുകളാണ് 3 ഗ്രൂപ്പുകളിലെയും ടൈം വന്നിട്ട് ടൈമാണ് ഇവിടെ നമ്മളുടെ നമ്പർ എന്ന് പറയുന്നത് ആവറേജ് സ്പീഡാണ്. അപ്പോൾ N1ഉം X1ഉം ഉണ്ട് N2 ഉണ്ട് X2 ഉണ്ട് N3 ഉണ്ട് X3 ഉണ്ട് 3 കേസിൽ തന്നിട്ടുണ്ട്. കമ്പൈൻഡ് ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് ഇരുത്തി നിന്ന് നമുക്കൊന്ന് ആദ്യം വായിക്കാം. എ ക്വസ്റ്റ്യൻ ഈസ് ഫോളോഡ് ബൈ 2 സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 ദാറ്റ് കണ്ടെയ്ൻ സർട്ടൻ ഡാറ്റ. എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ 2 സ്റ്റേറ്റ്മെന്റിൽ എന്താ ഡാറ്റ ഒരു കുറച്ച് ഡാറ്റയും തന്നിട്ടുണ്ട്. ടെൽ ബൈ സെലക്ടിങ് വൺ ഓഫ് ദ ആൻസേഴ്സ് ചോയ്സ് ഗിവൺ വെദർ ദ ഡാറ്റ ഗിവൺ ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ആർ സഫിഷ്യന്റ് ഫോർ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. എന്താണ് അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് സഫിഷ്യന്റ് ആണോ? അതായത് ഓപ്ഷൻ എ എന്താണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് 1 എലോൺ ഈസ് സഫിഷ്യന്റ് എന്നാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 മാത്രം ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ? സ്റ്റേറ്റ്മെന്റ് 2 മാത്രം ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ? അതോ രണ്ടും ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ? അതോ രണ്ടും ഉപയോഗിച്ചാലേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അതാണ് ഓപ്ഷൻ എ ബി സി ഡി. അതായത് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് 2 സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 1 മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുമോ? സ്റ്റേറ്റ്മെന്റ് 2 മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുമോ? അതോ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കൂടി ചേർന്ന് നിങ്ങൾക്ക് എന്നാലേ ആൻസർ കിട്ടുള്ളൂ? അതോ രണ്ടും യൂസ് ചെയ്തിട്ടും കാര്യമില്ല നമുക്ക് ഇതിന് ആൻസർ കിട്ടില്ലേ? ഇതാണ് 4 ഓപ്ഷൻസ്. ഓക്കെ, അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ? എ ഹോഴ്സ് റാൻ 100 മൈൽസ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. ഒരു കുതിര 100 മൈൽസ് നിർത്താണ്ട് ഓടി ശ്രദ്ധിക്കണം, എവിടെ നിർത്തലൊന്നുമില്ല. വാട്ട് വാസ് ദ ആവറേജ് സ്പീഡ്സ് ഇൻ മൈൽസ് പെർ അവർ? ഓക്കെ, ഹോഴ്സ് 100 മൈൽസ് നിർത്താണ്ട് ഓടി എന്നാണ് പറഞ്ഞത്. ഡിസ്റ്റൻസ് നമുക്കുണ്ട് അല്ലെ, ഡിസ്റ്റൻസ് നമുക്കുണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഉണ്ട്, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് വേണം? ടൈം വേണം അല്ലെ. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്പീഡ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമ്മുടെ സ്പീഡ് അല്ലെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇൻഫർമേഷൻ കൂടി വേണം. എന്താണ് ഇൻഫർമേഷൻ? ടൈം എന്നുള്ള സാധനമാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ. ആ ടൈം എന്നുള്ള സാധനം കിട്ടിയാൽ നമുക്ക് ആൻസർ ഇല്ല അല്ലെ. ഈ സ്റ്റേറ്റ്മെന്റ് 1 ടൈമിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടുമോ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ദ ഹോഴ്സ് റാൻ 20 മൈൽസ് പെർ ഹവർ ഫോർ ദ ഫസ്റ്റ് 50 മൈൽസ്. ഓക്കെ, എന്താ പറഞ്ഞ ആദ്യത്തെ 50 മൈൽ 100 മൈലിലെ ആദ്യത്തെ പകുതി 50 മൈല് 20 മൈൽസ് പെർ ഹവർ സ്പീഡിലാണ് പോയത്. അതിന് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ 50 മൈലിന്റെ സ്പീഡ് എന്താ പറയാ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. 50 മൈൽസ് എന്താ പറയാ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് 50 മൈല്, സ്പീഡ് 20 മൈൽസ് പെർ അവർ. അപ്പൊ ഡിസ്റ്റൻസ് സ്പീഡ് ഉണ്ട്, അപ്പൊ ടൈം നമുക്ക് അത് കണ്ടുപിടിച്ചേ. ഡിസ്റ്റൻസ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. 50/20 5/2 2.5 അവേഴ്സ് ആണ്. ഓക്കെ, 2.5 മണിക്കൂർ ആദ്യത്തെ 50 മൈൽ ഓടാൻ എടുത്തു എന്ന് പറയുള്ളൂ. അടുത്ത 50 മൈലിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ
നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ 100 മൈൽ ഓടി എന്നാണ് പറഞ്ഞത്. ആ 100 മൈലിൽ ഓടിയതിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ഒന്നിൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ 50 മൈലിന്റെ കേസ്, ആദ്യത്തെ 50 മൈൽ നമുക്കറിയാം 20 മൈൽ പെർ ഹവറിൽ ഓടി 2.5 മണിക്കൂറിൽ ഓടി തീർത്തു. അടുത്ത 50 മൈലിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ആ 50 മൈലിനെ കുറിച്ച് ഐഡിയ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് കിട്ടുമോ നമുക്ക് നോക്കാം. ഇത് നമുക്ക് മനസ്സിലായി, സ്റ്റേറ്റ്മെന്റ് ഒന്ന് വെച്ച് നമുക്ക് അത് ആൻസർ പറയാൻ പറ്റില്ല. കാരണം എന്താ, ആദ്യത്തെ 50 മൈലിൽ പകുതി കേസ് നമുക്ക് അറിയുള്ളൂ, ബാക്കി പകുതി കേസിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല, അല്ലെ? മൊത്തം ടൈം അല്ലെങ്കിൽ മൊത്തം ഡിസ്റ്റൻസ് തന്നെ മൊത്തം ടൈം കൂടി കിട്ടിയാലേ നമുക്ക് എത്ര ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം ടൈം കിട്ടണം. ആ ടൈം സ്റ്റേറ്റ്മെന്റ് ഒന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടില്ല. കാരണം എന്താ, പകുതി സമയത്ത് പകുതി ഓടിയതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് ഒന്നില്, ബാക്കി പകുതിയെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞത്? ദ എൻറ്റയർ ജേർണി സ്റ്റാർട്ട്സ് ഫ്രം 8 PM ഓൺ ഡേ 1 ടു 4 AM ദ ഫോളോയിങ് ഡേ. എന്താ പറഞ്ഞത്? ആദ്യത്തെ ഡേ 1 8 മണിക്ക് രാത്രി 8 മണിക്ക് തുടങ്ങി 4 AM പിറ്റേ ദിവസം 4 AM വരെ ആണ് മൊത്തം ജേണി ടൈം നമുക്ക് അതിന് കിട്ടി. എന്താണ്? 8 PM ഓൺ ഡേ 1 ടു 4 AM, മൊത്തം എത്ര? 4 + 4 8 മണിക്കൂർ. മൊത്തം 8 മണിക്കൂറാണ് ടൈം എന്നുള്ളത്, മൊത്തം ടൈം എന്നുള്ളത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 കിട്ടി. അതായത് സ്റ്റേറ്റ്മെന്റ് 1 പകുതി കേസേ ഉള്ളൂ, സ്റ്റേറ്റ്മെന്റ് 2 മൊത്തം കേസും ഉണ്ട്. ആക്ച്വലി നമുക്ക് എന്ത് കിട്ടിയാൽ മതി? മൊത്തം ടൈം കിട്ടിയാൽ മതി, അല്ലേ? മൊത്തം ഡിസ്റ്റൻസ് ഉണ്ട്, മൊത്തം ടൈമാണ് നമുക്ക് മിസ്സിങ്, അല്ലേ? മൊത്തം ടൈമാണ് നമുക്ക് മിസ്സിങ്. അത് കിട്ടിയാൽ നമുക്ക് സ്പീഡ് കിട്ടും. മൊത്തം ടൈം ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് 2 അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 തന്നിട്ടില്ലെങ്കിൽ പോലും സ്റ്റേറ്റ്മെന്റ് 2 മൊത്തം ടൈം തന്നുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞ് 100/8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. നമുക്ക് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം, അല്ലേ? അപ്പോ സ്റ്റേറ്റ്മെന്റ് 2 മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് 1 മാത്രം ഉപയോഗിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കൂടി ചേർന്നാലും ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ന്റെയും ആവശ്യമില്ല. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 മാത്രം മതി. അപ്പോ ആൻസർ സ്റ്റേറ്റ്മെന്റ് 2 എലോൺ ഈസ് സഫിഷ്യന്റ്. സഫിഷ്യന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം കൂടി ചേർന്ന് ഉപയോഗിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും, 2 ഒറ്റയ്ക്ക് ഉപയോഗിച്ചാൽ. പക്ഷെ സഫിഷ്യന്റ് ആയത് ഏറ്റവും മിനിമം ഏത് വേണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എലോൺ, അത് മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി ലാസ്റ്റ് 4ാമത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The average weight of 8 articles is 25 kg. If the average weight of 3 of them is 20 kg, then what is the average weight of rest of the 5 articles? എന്താ പറഞ്ഞിരിക്കുന്നത്? മൊത്തം 8 ആർട്ടിക്കിൾസ് ഉണ്ട്, അതിന്റെ വെയിറ്റ് 25 കിലോ, ആവറേജ് വെയിറ്റ് 25 കിലോ ആണ്. അതിൽ 3 സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 3 ആവറേജ് വെയിറ്റ് തന്നിട്ടുണ്ട് 20 കിലോ ആണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി 5 ആർട്ടിക്കിളിന്റെ ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കിത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കാം. 8 ഐറ്റത്തിന് 25 കിലോ ആണ് ആവറേജ് വെയിറ്റ്, 25. അപ്പം മൊത്തം സമ്മ് നമുക്ക് കിട്ടില്ലേ? ഇത് നമ്പർ, ഇത് ആവറേജ്. അപ്പൊ സമ്മ് എന്താ? നമ്പർ ഇൻറ്റു ആവറേജ്. 8 ഇൻറ്റു 25 എത്ര കിട്ടും? 160, 40, 200. 200 മൊത്തം 8 ആർട്ടിക്കിളിന്റെയും ടോട്ടൽ വെയിറ്റിന്റെ സമ്മ്. ആവറേജ് 25, ടോട്ടൽ സമ്മ് 200. ഇതിൽ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. ആവറേജ് വെയിറ്റ് ഓഫ് 3 ഓഫ് ദം ഈസ് 20 kg. 3 ആവറേജ് വെയിറ്റ് 20. അപ്പൊ ഈ 3 സമ്മ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? 8 സമ്മ് നമ്മൾ കണ്ടുപിടിച്ച എങ്ങനെ? നമ്പറിന്റെ ആവറേജ്. അതുപോലെ 3 സമ്മ് നമുക്ക് അതിന് കണ്ടുപിടിച്ചൂടെ? എന്താണ്? നമ്പർ ഇൻറ്റു ആവറേജ്. ഇതിന്റെ ആവറേജ് എന്താ? 20. 3 × 20 60. ഈ 3 വെയിറ്റിന്റെ ടോട്ടല്. 8 ആർട്ടിക്കിളിന്റെ വെയിറ്റിന്റെ ടോട്ടൽ 200. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് 3 ആർട്ടിക്കിളിന്റെ വെയിറ്റിന്റെ ടോട്ടൽ 60. അപ്പൊ ബാക്കിയുള്ള 5 ആർട്ടിക്കിളിന്റെ വെയിറ്റ് എത്രയാ? ടോട്ടൽ സമ്മ് എത്രയാ? 200 - 60 140 അല്ലെ? അപ്പോ 5 ആർട്ടിക്കിളിന്റെ മൊത്തം വെയിറ്റ് നമുക്കറിയാം 140 എന്നുള്ളത്. അപ്പൊ അതിന്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? സം ബൈ നമ്പർ. എത്രയാ? 140 എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. 140/5 എത്ര കിട്ടും? 14, 28 അല്ലേ? 140/5 28 കിട്ടും. 28 കിലോഗ്രാം ആണ് ഇതിന്റെ ആവറേജ് വെയിറ്റ്, 5 എണ്ണത്തിന്റെ ആവറേജ്. എന്താണ് കേസ്? 8 ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്, 8 ആർട്ടിക്കിളിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. അപ്പൊ 8 ആർട്ടിക്കിളിന്റെ ആവറേജ് വെച്ച് നമ്മൾ 8 ആർട്ടിക്കിളിന്റെ മൊത്തം വെയിറ്റ് കണ്ടുപിടിച്ചു.
അതിലെ 3 ആർട്ടിക്കിളും അതിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ 3 ആർട്ടിക്കിളിന്റെ മൊത്തം വെയിറ്റ് കണ്ടുപിടിച്ചു. 8 ആർട്ടിക്കിളിന്റെ മൊത്തം വെയിറ്റ് പറയാം, 3 ആർട്ടിക്കിളിന്റെ മൊത്തം വെയിറ്റ് പറയാം. അത് ഉപയോഗിച്ച് നമ്മൾ 5 ആർട്ടിക്കിളിന്റെ മൊത്തം വെയിറ്റ് അറിയാം, കണ്ടുപിടിച്ചു. ഒന്ന് രണ്ടും സബ്ട്രാക്ട് ചെയ്തപ്പോൾ പിന്നെന്താ ആവറേജ് കണ്ടുപിടിക്കാം, സം ബൈ ടോട്ടൽ നമ്പർ 140/5 ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ സി 28 kg എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് ഫ്രാക്ഷൻസ്, പ്രൊപ്പോർഷൻസ്, റേഷ്യോ, പേഴ്സൻറ്റേജ്, പിന്നെ ആവറേജ്, ഈ പ്രധാനപ്പെട്ട വളരെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന മാത്തമെറ്റിക്കൽ സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. അതിൽ പ്രധാനപ്പെട്ട അതിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ കമ്പൈൻഡ് മീൻ എന്നതിന്റെ ആ ഇക്വേഷനും പിന്നെ നെറ്റ് പെർസെൻറ്റേജ് എന്നുള്ള ഇക്വേഷനാണ്. ഇതിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു സാധനം. കമ്പൈൻഡ് മീൻ്റെ ഇക്വേഷനും നെറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് വരുന്നുണ്ട് ഇക്വേഷൻ്റെ ഇക്വേഷനുകളാണ്, ഫോർമുലാസ് ആണ്. നിങ്ങൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് മനസ്സിൽ അറിഞ്ഞു വെക്കേണ്ടത്. ബാക്കിയുള്ള നമുക്ക് ലോജിക്ക് യൂസ് ചെയ്യുന്നത്. ആ ലോജിക്ക് നിങ്ങൾ ഈ സാധനം വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടാവും. ഓക്കെ, സോ ഇതോടെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.